Yeah, how are you, madam? I'm fine. How are you? Yes, fine. At last, sir, ഞാൻ ഒരുപാട് നാളായി സാറിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. താങ്കളുടെ പ്രോഡക്ട്സ് എല്ലാം ബൈറ്റോറിയത്തില് വളരെ ഫേമസ് ആയല്ലോ. ഇത് സംബന്ധമായി ഞാൻ സാറിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് പറയാനുള്ള വിവരങ്ങളുടെ കാരണം ചികിത്സയെ കുറിച്ചല്ല, പിന്നെ ഇത് ആരോഗ്യത്തിന് വേണ്ടിയും ഒരു മരുന്നും കഴിക്കാനുള്ളത് കുറിച്ചല്ല. ഈ വീഡിയോ വഴി നിങ്ങൾക്ക് ഒരു ചികിത്സാ വാഗ്ദാനങ്ങളും തരുന്നില്ല. പിന്നെ ഈ ബയോടെറിയം പ്രോഡക്ട്സിന് ഒരു ഗ്യാരണ്ടിയും വാറണ്ടിയും തരുന്നില്ല. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഡോക്ടറുടെ അഡ്വൈസ് അല്ലാതെ ഒന്നും ചെയ്യണമെന്നുള്ള അർത്ഥമല്ല. ഇത് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡോക്ടറുടെ അഡ്വൈസ് എടുക്കുന്നത് നല്ലതായിരിക്കും. Information provided through this film is not intended to render medical or professional services and should not be used for diagnosis or as a substitute for any healthcare medicines or products. eBiotorium does not make any therapeutic claims regarding the health benefits of our products. eBiotorium gives no guarantee or warranty, expressed or implied. Content in this film is not intended to substitute for the advice of doctors, and if required, one should consult their own doctors before use. സർ, ഈ ബൈറ്റോറിയം പ്രോഡക്ട്സിന്റെ ഐഡിയ എങ്ങനെയാണ് സാറിന്റെ ബുദ്ധിയിൽ ഉദിച്ചത്? അതെങ്ങനെ താങ്കൾ തുടങ്ങിയത്? ആക്ച്വലി ബയോമാഗ്നറ്റിസം ഏകദേശം 2008 തുടങ്ങിയത്. ഈ പ്രോഡക്റ്റിനെ ഞാൻ കണ്ടപ്പോ ഇന്ത്യയിൽ ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ്സും ഇല്ലായിരുന്നു. ആർക്കും ഇതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. പിന്നെ 2008 ഈ പ്രോഡക്റ്റ് സിംഗപ്പൂരിൽ നിന്ന് ഇന്ത്യക്ക് എത്തി. ഒരു വെസ്റ്റേൺ സാധനമായിട്ടാണ് വന്നത്. പിന്നെ ഞാൻ ആ സാധനത്തിനെ ഫസ്റ്റ് ടൈം ഡെമോ ചെയ്ത് നോക്കി. പിന്നെ സിംഗപ്പൂരിൽ നിന്ന് ഒരു ഹെൽത്ത് കെയർ എക്സ്പെർട്ട് ആയിട്ട് ഒരു സയന്റിസ്റ്റ് ഇവിടെ വന്നിരുന്നു. പിന്നെ അവർ ഈ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റിനെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ബയോമാഗ്നറ്റിക്സിനെ കുറിച്ച് എനിക്ക് കുറച്ചൊക്കെ അറിയാം. പക്ഷെ ഞങ്ങൾക്ക് നോർമൽ മാഗ്നറ്റ്സിനെ കുറിച്ചൊക്കെ അറിയാം. പക്ഷെ ഈ ബയോമാഗ്നറ്റ്, നാച്ചുറൽ നാനോ ടെക്നിക് മാഗ്നറ്റിനെ കുറിച്ച് എനിക്ക് ഒന്നും തന്നെ അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ആ സയന്റിസ്റ്റിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവര് പറഞ്ഞു തന്നെ എനിക്ക് മനസ്സിലായത് ഈ മാഗ്നറ്റ് എന്താണെന്നും ഇന്ന് ഈച്ച് ആൻഡ് എവറി ഹ്യൂമൻസിന് ഈ മാഗ്നറ്റിസത്തിന്റെ എനർജി അത്യാവശ്യമാണെന്ന്. പ്രോഡക്റ്റിനെ കുറിച്ച് ഞാൻ സ്റ്റഡി ചെയ്തിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റിൽ വലിയൊരു ഡെപ്ത് ഉണ്ടെന്ന്, വളരെ നല്ല ബെനിഫിറ്റ്സ് കിട്ടുമെന്നും. ഇന്നത്തെ ദിവസത്തെ എല്ലാ അസുഖങ്ങളും ബ്ലഡ് സർക്കുലേഷൻ, ഓക്സിജൻ ഡിസ്റ്റർബ് ആകുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. പിന്നെ അതിനെക്കുറിച്ച് കുറെ കൂടെ സയന്റിഫിക് സ്റ്റഡീസ് ചെയ്തു. അതിനുശേഷമേ മനസ്സിലായത് ഇന്നത് എല്ലാവർക്കും അത്യാവശ്യമാണെന്ന്. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കുറെ കൂടെ സ്റ്റഡി ചെയ്തിരുന്നു, റിസർച്ച് ചെയ്തിരുന്നു. പിന്നെ ഞങ്ങൾ അതിൽ കുറെ കൂടെ പ്രാക്ടിക്കൽ ചെയ്തിരുന്നു. ഇന്റർനെറ്റ് വഴി കുറെ കൂടെ സ്റ്റഡി ചെയ്തിരുന്നു. ഇതിനെ സംബന്ധിച്ച് കുറെ പുസ്തകങ്ങൾ ഞങ്ങൾ മേടിച്ചു. US നിന്നും സിംഗപ്പൂരിൽ നിന്നും വന്ന സയന്റിസ്റ്റിന്റെ അടുത്ത് നിന്ന് ഞങ്ങൾ കുറെ കൂടെ പഠിക്കാൻ പറ്റി. പിന്നെ ഇതിനെ മേടിച്ചിട്ട് ഇപ്പോ ഏകദേശം 16 വർഷങ്ങൾ കഴിഞ്ഞു. അന്ന് തൊട്ട് ഞങ്ങൾ ഇത് ഇന്ത്യ മുഴുവനും പിന്നെ വേൾഡ് വൈഡ് ആയിട്ടും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കകത്ത് ഏകദേശം 29 സ്റ്റേറ്റ്സില് ഞങ്ങളുടെ ജോലി വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഗൂഗിളിലേക്ക് പോയിട്ട് ഈ ബൈറ്റോറിയം എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇനിയും വിവരങ്ങൾ കിട്ടും. നിങ്ങൾക്ക് ലക്ഷക്കണക്കിൽ ടെസ്റ്റിമോണിയൽസും ഞങ്ങളുടെ പ്രോഡക്ട്സിനെ കുറിച്ച് കിട്ടും. അതുപോലെയാണ് ഞങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വേൾഡ് വൈഡ് പോകേണ്ട പ്ലാനുമുണ്ട്. So glad to know, sir. സർ, താങ്കളുടെ ഈ ജേർണിയെ കുറിച്ച് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ജനങ്ങൾ ഇപ്പോ അലോപ്പതിയോട് വിമുഖത കാട്ടാൻ ആരംഭിച്ചിട്ടുണ്ട്. മാക്സിമം ജനങ്ങളും ഇപ്പോ നാച്ചുറലും ആൾട്ടർനേറ്റീവ് തെറാപ്പിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, എസ്പെഷ്യലി ബയോമാഗ്നറ്റിസത്തിനോടൊപ്പം. സർ, ഇത് ഏത് തരത്തിലുള്ള രോഗങ്ങൾക്കെതിരെയാണ് ഉപയോഗപ്രദമായിട്ടുള്ളത്? കൂടാതെ ഇത് എങ്ങനെയാണ് ജനങ്ങളെ ആകർഷിക്കുന്നത്? അതെ, നിങ്ങളുടെ അടുത്ത് അലോപ്പതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മെഡിക്കൽ സ്റ്റോഴ്സ് എല്ലാ സ്ഥലത്തിലും കാണാൻ പറ്റും. പിന്നെ അലോപ്പതി മെഡിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് എമർജൻസി കേസിനും ആക്സിഡന്റ് കേസിനും വളരെ നല്ലതാണ്. അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല.
പക്ഷേ അലോപ്പതി മെഡിസിനിൽ കെമിക്കൽസും പിന്നെ ഡ്രഗ്സും ഉണ്ടാകും. അത് നമ്മുടെ ശരീരത്തിലുള്ള ഓർഗൻ പാർട്സും പിന്നെ സെൽസിനെയും ഡാമേജ് ചെയ്യും. കഴിഞ്ഞിടത്തോളം അലോപ്പത്തിയുടെ അടുത്ത് നിന്ന് അകന്നിരിക്കുന്നതാണ് നല്ലത്. പിന്നെ പറയുവാണെങ്കിൽ നമ്മുടെ ശരീരം നാച്ചുറലായിട്ട് 5 എലിമെന്റ്സ് കൊണ്ട് ഉണ്ടായതാണ്. അക്കാര്യത്തിൽ നമുക്ക് വളരെ കൂടുതൽ ശ്രദ്ധ വേണം. എന്റെ ട്രെയിനിങ് പ്രോഗ്രാമിൽ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ബോഡി 5 എലിമെന്റ്സ് കൊണ്ട് ഉണ്ടായതാണ്. ആ 5 എലിമെന്റ്സും ഒരു പ്രോപ്പർ പ്രൊപ്പോർഷൻ നമുക്ക് കിട്ടുവാണെങ്കിൽ പിന്നെ ഈ മെഡിസിന്റെ ആവശ്യമില്ല. ഏതെങ്കിലും എമർജൻസി കേസ് അല്ലെങ്കിൽ ആക്സിഡന്റ് കേസിന് ഇത് ഓക്കെ. പിന്നെ ഈ 5 എലിമെന്റ്സ് നമുക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടണം. പിന്നെ ആ 5 എലിമെന്റ്സ് എന്താണ്? വെള്ളം, കാറ്റ്, ആഹാരം, സൂര്യ വെളിച്ചം. പിന്നെ 5th വൺ ഈസ് എർത്ത് മാഗ്നറ്റിക് ഫോഴ്സ്. അത് നമുക്ക് പ്രോപ്പർ പ്രൊപ്പോർഷനിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് ഒരു മെഡിസിന്റെ ആവശ്യമില്ല. പിന്നെ ആഹാരം തന്നെ ഔഷധമായി മാറും. നല്ല ഓസോൺ ഓക്സിജൻ കിട്ടും, സൺറൈസ് കിട്ടും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭൂമി വിട്ട് അകന്നു പോവുകയാണ്. പിന്നെ ഈ ബയോമാഗ്നറ്റിസം ഇസ് എ വെരി റയർ എയർ, നാച്ചുറൽ ബയോമാഗ്നറ്റിക്, ഭൂമിയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. ഭൂമി അതിന്റെ ഒരു വലിയ മാഗ്നറ്റ്, അതിലുള്ള നോർത്ത് പോൾ സൗത്ത് പോൾ മാഗ്നറ്റിക് ഫ്രീക്വൻസി റിലീസ് ആകും. അത് കാരണം നമ്മൾക്കുള്ളിലുള്ള ബ്ലഡ് സർക്കുലേഷൻ പുള്ളിങ്ങും പുഷിങ്ങും ആകും. ചിലപ്പോൾ നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ ബോഡിയിലുള്ള ഡിസോൾവ് ഓക്സിജന്റെ കൂടെ പെർഫെക്റ്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ ഇന്നലെ നമ്മുടെ ബോഡിയിൽ ഒരു ഡിസീസ് വരാനും വഴിയില്ല. കാരണം നമ്മുടെ ബോഡി 5 എലിമെന്റ്സ് കൊണ്ട് ഉണ്ടായതാണ്. കാരണം നമ്മുടെ ബോഡി മുഴുവനും ബ്ലഡ് സെൽസ് കൊണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. ഈ മുടി, ഈ നഖം, നമ്മുടെ സ്കിന്ന്, എലുമ്പ്, ഇത് മുഴുവനും ബ്ലഡ് സെൽസ് കൊണ്ട് ഉണ്ടായതാണ്. ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസസ് ഇലക്ട്രോമാഗ്നറ്റിക് ഫ്രീക്വൻസി. The earth also generates electromagnetic frequency. പിന്നെ ബയോമാഗ്നറ്റിസം also generates electromagnetic frequency. എനിക്ക് പഞ്ച് ലൈൻ എന്നൊന്നുണ്ട്. ഞാൻ 16 വർഷങ്ങളായിട്ട് ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 99.99% causes of diseases and disorder and any kind of dysfunction or any kind of pain only due to low level of blood circulation and oxygen level. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ ഡിസ്റ്റർബ് ആകുകയാണെങ്കിൽ ആ ഒരു കാരണം കൊണ്ട് ബൈ ഡീഫോൾട്ട് നിങ്ങളുടെ ബോഡിയിലുള്ള ഡിസോൾവ് ഓക്സിജൻ ലെവൽ കുറയാൻ തുടങ്ങും. ഇന്ന് നിങ്ങൾ ഷാലോ ബ്രീതിങ് ചെയ്യുന്നുണ്ട്, ഷാലോ ബ്രീതിങ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ 2 ലങ്സ് ഉണ്ട്. ചെറിയ 600 ഓക്സിജൻ സിലിണ്ടേഴ്സ് പോലെ കാണും. നിങ്ങളുടെ ലങ്സിലുള്ള ഓക്സിജൻ ഹാർട്ട് വഴിയെ ബോഡി മുഴുവനും സ്പ്രെഡ് ആകണം. പക്ഷെ അത് ഇപ്പോ ശരിക്കുള്ള രീതിയിൽ സ്പ്രെഡ് ആകാറില്ല. മാഗ്നറ്റിസത്തിന്റെ സ്പെഷ്യാലിറ്റി ഇത് തന്നെയാണ്. ഇതിനെക്കുറിച്ച് പറയുന്ന ആയിരക്കണക്കായ പുസ്തകങ്ങളുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നെറ്റ് വഴി കുറെ കിട്ടും. സോ മാഗ്നറ്റിസത്തിന്റെ ബോട്ടം ലെവൽ കൺക്ലൂഷൻ ഒന്ന് തന്നെയാണ്. ബയോമാഗ്നറ്റ് improves your blood circulation and by default it enhances your oxygen level. നോക്കൂ, ടോട്ടൽ ബോഡിയും ബ്ലഡ് സെൽസ് കൊണ്ട് ഉണ്ടായിരിക്കുകയാണ്. ഈച്ച് ആൻഡ് എവറി ഓർഗൻ പാർട്സ് ബ്ലഡ് സെൽസ് കൊണ്ട് ഉണ്ടായിരിക്കുകയാണ്. അതിന്റെ പ്രൈമറി പേര് എന്താണ്? ഓക്സിജൻ. ആലോചിക്കൂ, ഒരു 65 kg ഹ്യൂമൻ ബോഡി ഉണ്ടെങ്കിൽ അപ്പോൾ 65 kg ഹ്യൂമൻ ബോഡിക്കുള്ളിൽ അപ്രോക്സിമേറ്റ്ലി 1,20,000 കാലറീസ് ഉണ്ടാകും. അപ്പോൾ 65 kg ബോഡിയെ ഒരു ദിവസം ജീവനോടെ ഇരിക്കാൻ 2000 കാലറീസ് മതിയാകും. അതായത് ആ ഹ്യൂമൻ ബോഡി വേഴ്സ്റ്റ് കേസിൽ 7 ദിവസം ജീവനോടെ ഉണ്ടാക്കാൻ പറ്റും. പെർ ഡേ 2000, 1,20,000 ഡിവൈഡഡ് ബൈ 2000. അപ്പോൾ ആ ഹ്യൂമൻ ബോഡി വേഴ്സ്റ്റ് കേസിൽ 60 days വിതൗട്ട് എനി ന്യൂട്രീഷ്യസ്, വിതൗട്ട് എനി ഫുഡ്, വിതൗട്ട് എനി സപ്ലിമെന്റ് ജീവനോടെ ഇരിക്കാൻ സാധിക്കും. വെള്ളമില്ലാതെ നമ്മുടെ ഹ്യൂമൻ ബോഡി വേഴ്സ്റ്റ് കേസിൽ 15 മുതൽ 16 ദിവസം വരെ ജീവനോടെ ഇരിക്കാൻ പറ്റും. പക്ഷേ ഓക്സിജൻ ഇല്ലാതെ നമ്മളെ കൊണ്ട് ഒരു സെക്കൻഡ് പോലും ജീവനോടെ ഇരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരെ കഴുത്ത് അവർ തന്നെ നെരിച്ചു നോക്കട്ടെ. അടുത്ത 50 സെക്കൻഡ്സിൽ അവർക്കുള്ള ഉത്തരം അവർക്ക് തന്നെ കിട്ടും. നമ്മുടെ ബ്ലഡ് സെൽസ് ജീവനോടെ ഇരിക്കണമെങ്കിൽ അതിന് ഓക്സിജൻ വേണം. പിന്നെ അതിലും സെൻസിറ്റീവ് ആയത് നമ്മുടെ ബ്രെയിൻ. ചിലപ്പോൾ നമ്മുടെ ബ്രെയിന് 45 to 50 seconds ഓക്സിജനേറ്റഡ് ബ്ലഡ് കിട്ടിയില്ലെങ്കിൽ അപ്പൊ ബ്രെയിനിലുള്ള ബ്ലഡ് സെൽസ് ഇല്ലാതാകാൻ തുടങ്ങും. അപ്പൊ ബ്രെയിൻ ഡെഡ് ആവണമെങ്കിൽ ബോഡിയും ഡെഡായി പോകും. നമ്മുടെ ശരീരത്തിൽ ആദ്യമായി ബ്രെയിൻ ഡെഡ് ആകും. പിന്നെ അല്പസമയത്ത് നമ്മുടെ വേറെ പാർട്സിലുള്ള വേറെ ഓർഗൻസ് ഡെഡ് ആകാൻ തുടങ്ങും. 2 to 3 hours നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഓർഗൻസും നശിച്ചു പോകും. സോ ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് എല്ലാത്തിനേക്കാളും വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ആ ബ്ലഡ് സർക്കുലേഷൻ വെച്ചിട്ടാണ് ഞങ്ങൾ 16 years ആയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബ്ലഡ് സർക്കുലേഷൻ
ഇംപ്രൂവ് ചെയ്യാനായിട്ട് ബയോമെട്രിക് വളരെയധികം സഹായിക്കും. പിന്നെ അതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ ഇൻക്രീസ് ആകും. ഓക്സിജന് നമ്മൾ പറയുന്നത് പ്രാണവായു എന്നാ. ആ പ്രാണവായുവിലാണ് ഞങ്ങൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ടിരിക്കാം, കൊറോണയിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു വീണത്. ഡെവലപ്ഡ് കൺട്രീസിൽ പോലും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് മരിച്ചത്. US പോലെ ഡെവലപ്ഡ് കൺട്രിയിൽ പോലും 2020 ശേഷം ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ കൊറോണ കൊണ്ട് മരിച്ചിരിക്കുന്നു. കൊറോണ കൊണ്ടിട്ട് ആൾക്കാർ മരിക്കേണ്ട കാരണം എന്താണ്? ഓക്സിജൻ കുറഞ്ഞത്. അതേ സമയത്തിൽ ഓക്സിജന് വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് സെൽസിൽ ഓക്സിജൻ കുറയുകയാണെങ്കിൽ അപ്പൊ ലോകത്തിലുള്ള ഏത് അസുഖമായാലും നമ്മുടെ ബ്ലഡ് സെൽസ് വഴിയെ ശരീരത്തിന്റെ അകത്ത് പോയി മുഴുവൻ ശരീരത്തെ നശിപ്പിക്കും. സോ ഏത് അസുഖമായാലും അതിന്റെ പുറകെയുള്ള റൂട്ട് വാൾ ഓക്സിജൻ കുറവായിരിക്കും. ഓക്സിജൻ കുറയാൻ കാരണം നിങ്ങളുടെ ബ്ലഡ് സെൽസ് ഡിസ്റ്റർബ് ആയതുകൊണ്ട്. ശരി, ബ്ലഡ് സെൽസ് ഡിസ്റ്റർബ് ആകാൻ കാരണം എന്താണ്? നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ എങ്ങനെയാണ് ഡിസ്റ്റർബ് ആയത്? ബ്ലഡ് സർക്കുലേഷൻ ഡിസ്റ്റർബ് ആകാൻ ഇതാണ് കാരണം. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഓരോ മൂലയ്ക്കും ഇരുമ്പുകളുണ്ട്. പിന്നെ എൻവിറോൺമെന്റിലെ എല്ലാ സ്ഥലത്തും ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്രീക്വൻസി ഉണ്ട്. അതായത് നമ്മുടെ എർത്ത് തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്രീക്വൻസി റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ, ദാറ്റ്സ് കോൾഡ് ജിയോ ഫ്രീക്വൻസി. ഈ ഹാളിനകത്ത് എങ്ങനെ ഓക്സിജൻ ഉണ്ടോ അതുപോലെ തന്നെ ഭൂമിയിലെ നാച്ചുറൽ മാഗ്നറ്റിക് ഫ്രീക്വൻസിയും ഉണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ ചുറ്റും ഇരുമ്പ് ഉള്ളത് കൊണ്ട് ഈ ഫ്ലോറിങ്ങിനെ പോലെ ഇത് മുഴുവനും ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് ലക്ഷക്കണക്കിന് ടൺ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഈ റൂഫ് ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ നമ്മുടെ ചുറ്റും ഇരുമ്പാണ് നിറഞ്ഞിരിക്കുന്നത്. കാറുകള്, ബൈക്കുകള്, എല്ലാ സാധനങ്ങളും ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് കാരണം പോളറൈസേഷൻ ഉണ്ടാകും. പിന്നെ ഏത് നാച്ചുറൽ മാഗ്നറ്റിക് പവർ നമുക്ക് കിട്ടണമോ അത് കിട്ടാത്തത് കാരണം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഡിസ്റ്റർബ് ആകും. പിന്നെ അത് കാരണം നമ്മുടെ ശരീരത്തുള്ള ഓക്സിജൻ കുറയാൻ തുടങ്ങും. അത് കാരണം നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് സെൽസ് ബലഹീനതയാകും. പിന്നെ അത് കാരണം നമ്മുടെ ഓർഗൻ പാർട്സ് എല്ലാം ബലഹീനതയാകും. പിന്നെ ഇത് കാരണം നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. ഓരോരോ ഡിസീസും ഡിസ്ഫങ്ഷനും ഡിസോർഡറും നമ്മുടെ ബോഡിയിൽ ഉണ്ടാകും. സോ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്, നമ്മുടെ ബോഡിയിൽ ബ്ലഡ് സർക്കുലേഷനും ഓക്സിജൻ ലെവലും പെർഫെക്റ്റ് ആയിരിക്കണം. പിന്നെ ലോകത്തിലുള്ള ഒരു അസുഖവും നമ്മൾ അടുക്കത്തില്ല. ഇതാണ് ഇതിന്റെ കൺക്ലൂഷൻ. ബയോമാഗ്നറ്റ് ഇംപ്രൂവ്സ് യുവർ ബ്ലഡ് സർക്കുലേഷൻ ആൻഡ് ഡിഫോൾട്ട് എൻഹാൻസസ് യുവർ ഓക്സിജൻ ലെവൽ. പിന്നെ ഇത് ഫുൾ സയൻസ്. പിന്നെ ഇത് അഡ്വാൻസ് ടെക്നോളജി സയൻസ്. ദിസ് ഇസ് നോട്ട് ആൻ ഓർഡിനറി മാഗ്നറ്റ്. മാഗ്നറ്റ്സിലെ രണ്ട് വ്യത്യാസങ്ങളുണ്ട്: ഇലക്ട്രിക്കലി ചാർജ് മാഗ്നറ്റ്സ് ആൻഡ് നാച്ചുറൽ മാഗ്നറ്റ്സ്. ഇതിൽ ഒരു സൈഡ് എഫക്റ്റും ഇല്ല. സർ, താങ്കളുടെ ഈ ബൈറ്റോറിയം മാഗ്നറ്റ്സ് ഉണ്ടല്ലോ, അത് ഏത് തരത്തിലുള്ള മാഗ്നറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്? അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? 16 വർഷങ്ങളായി ഞങ്ങൾ ഇതിൽ യൂസ് ചെയ്യുന്ന മാഗ്നറ്റ്സ് ഉണ്ടല്ലോ, ഇത് ടോട്ടലി നാച്ചുറൽ മാഗ്നറ്റ്സ്. ഇതുവരെ നമ്മൾ ഫ്രിഡ്ജിന്റെ മുകളിൽ വെച്ചും കബോർഡിന്റെ മുകളിൽ വെച്ചും കളിച്ചുകൊണ്ടിരുന്ന മാഗ്നറ്റ് അത് ഈ മാഗ്നറ്റ് അല്ല. ഇത് നാച്ചുറൽ മാഗ്നറ്റ് ആണ്. ഇത് ഭൂമിക്ക് അടിയിൽ നിന്നും കുറഞ്ഞത് 700 to 800 ഫീറ്റ്സ് അടിയിൽ നിന്നും സ്പെഷ്യൽ മൈനിങ് വഴിയെ കൊണ്ടുവരുന്നതാണ്. മിനറൽ ബേസ് അല്ല. പിന്നെ അതിൽ നിക്കൽ കോട്ടിങ്ങും ചെയ്യും. അതിന്റെ കോട്ടിങ് സിൽവർ പോലെയായിരിക്കും കാണുന്നത്. ദാറ്റ് ഈസ് കോൾഡ് നിക്കൽ കോട്ടിങ്. പിന്നെ അതിന്റെ അകത്ത് മുഴുവനും മിനറൽസ് ആയിരിക്കും. അത് എർത്തിന്റെ നാച്ചുറൽ മാഗ്നറ്റ്. അതിൽ ഒരു സൈഡ് എഫക്റ്റും ഇല്ല. എങ്ങനെ നമ്മൾ തെങ്ങിൽ നിന്നും കരിക്ക് വെട്ടി കുടിക്കുന്നോ അതുപോലെ തന്നെ ബയോമെട്രിക്കിന് സൈഡ് എഫക്ട്സ് ഇല്ല. വെരി മച്ച് നേച്ചുറൽ. ഇമ്മീഡിയറ്റ് ബേസിസിൽ ജോലി ചെയ്യും. അഡ്വാൻസ് ടെക്നോളജിയുടെ നാനോ ആൻഡ് ബയോടെക്നോളജിക്കൽ മാഗ്നറ്റ് അത് നമ്മുടെ ശരീരത്തിൽ വിതിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ നമ്മുടെ ബോഡിയും ഈ മാഗ്നറ്റിന് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. സർ, അപ്പൊ സാറ് പറയുന്നത് ഭൂമി ഒരു കാന്തിക ഗോളമാണെന്നാണോ? യെസ്. അവിടെയാണ് എനിക്കൊരു കൺഫ്യൂഷൻ ഉള്ളത്. അതൊന്ന് ക്ലാരിഫൈ ചെയ്യാമോ? ഇതിൽ കൺഫ്യൂഷൻ ആകാൻ ഒന്നുമില്ല. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാകും നമ്മുടെ എർത്ത് ഒരു മാഗ്നറ്റ് കൊണ്ട് ഉണ്ടായതാണെന്ന്. അതായത് നോർത്ത് പോളും സൗത്ത് പോളിൽ നിന്നും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ ഭൂമിയിലെ ഈ സൃഷ്ടി ഇതുവരെ ഉള്ളത്. ഇപ്പൊ ഈ എർത്ത് ഈ മാഗ്നറ്റിക് ഫീൽഡിനെ എങ്ങനെയാണ് റിലീസ് ചെയ്യുന്നത് അതിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഈ മാഗ്നറ്റിക് ഫ്രീക്വൻസി എന്നാൽ ബേസിക്കലി എന്താണ്, പിന്നെ മാഗ്നറ്റിക് ഫ്രീക്വൻസിയെ എർത്ത് എങ്ങനെയാണ് റിലീസ് ചെയ്യുന്നത്. എന്റെ അടുത്തൊരു ഗ്ലോബ് ഉണ്ട്. അത് വെച്ചിട്ട് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് റിലീസ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് നമ്മൾ സ്കൂളിൽ കുറച്ച് പഠിച്ചിട്ടുണ്ടാകാം, ഔട്ടർ കോർ, ഇന്നർ കോർ. പക്ഷെ സ്കൂൾ കാലങ്ങളൊക്കെ വേറെയാണ്. സ്കൂളിൽ പഠിച്ച എത്രയോ കാര്യങ്ങൾ നമ്മൾ മറന്നിരിക്കാം. പിന്നെ അതേ മാഗ്നറ്റിസത്തിനെ ഓർമ്മപ്പെടുത്താനുള്ള പണിയാണ് ഞങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് പ്രോപ്പർ പ്രൊപ്പോർഷനില് മാഗ്നറ്റിക് ഫ്രീക്വൻസി കിട്ടിയിട്ടില്ല. പിന്നെ എന്റെ അടുത്തൊരു ഗ്ലോബ് ഉണ്ട്. ഈ ഗ്ലോബ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഔട്ടർ കോർ എന്ന് വെച്ചാൽ എന്താണ്, ഇന്നർ കോർ എന്ന് വെച്ചാൽ എന്താണ്, പിന്നെ മാഗ്നറ്റിക് ഫ്രീക്വൻസി എന്താണെന്ന്. ഇത് നമ്മുടെ ഗ്ലോബ്. പിന്നെ നമ്മുടെ എർത്ത് നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ മാഗ്നറ്റിക് ഫീൽഡിനെ റിലീസ് ചെയ്യുന്നുണ്ട്.
പിന്നെ ഇതിന്റെ അകത്ത് നിന്നും മാഗ്നറ്റിക് ഫ്രീക്വൻസി എങ്ങനെ റിലീസ് ആകുന്നത് ബിക്കോസ് ഓഫ് ഔട്ടർ കോർ. നിങ്ങൾ ഈ യെല്ലോ കളർ ഏരിയ കാണുന്നുണ്ടല്ലോ, ഇതാണ് ഔട്ടർ കോർ. ഇത് ഇരുമ്പിനേക്കാളും 6000 സെൽഷ്യസ് ഹീറ്റ് നിക്കൽ, പിന്നെ അയണിനും സമ്മതമുണ്ട് 6000 സെൽഷ്യസ് ഡിഗ്രി ഹീറ്റ്. ഇപ്പോ 6000 ഡിഗ്രി ഹീറ്റിന്റെ അർത്ഥം 1600 ഡിഗ്രി സെൽഷ്യസില് ഇരുമ്പ് വെള്ളമായി മാറും. പിന്നെ നമ്മുടെ ഭൂമി 1000 മൈൽ വേഗത്തിൽ കറങ്ങുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഈ ഭൂമി കറങ്ങുമ്പോൾ അതിന്റെ അകത്തുള്ള ഔട്ടർ കോർ ഏരിയ ഇരുമ്പിന്റെ സമുദ്രമാണ്. അതും ഭൂമിയുടെ കൂടെ തന്നെ കറങ്ങും. പിന്നെ ഒരു ഹൈ ഇന്റൻസിറ്റി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കും. പിന്നെ അതേ ഇലക്ട്രിസിറ്റി മാഗ്നറ്റിക് ഫീൽഡ്, അതായത് മാഗ്നറ്റിക് ഫോഴ്സ് ആയിട്ട് കൺവേർട്ട് ആകും. ഇപ്പൊ ആ മാഗ്നറ്റിക് ഫോഴ്സിനെ നമ്മുടെ ബോഡി അബ്സോർവ് ചെയ്യും. പിന്നെ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിനുള്ള ബ്ലഡ് സർക്കുലേഷൻ ഫുൾ ആൻഡ് പുഷ് ആകും. പിന്നെ സർക്കുലേറ്ററി സിസ്റ്റത്തിനും അത് ഹെൽപ്ഫുൾ ആയിട്ടിരിക്കും. നമ്മുടെ ഹാർട്ട് ആ എനർജി കാരണം പമ്പിങ് ചെയ്ത് ഫുൾ ബോഡിയിലും ഓക്സിജനേറ്റഡ് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യാൻ അത് പണിയെടുക്കും. സോ ഞങ്ങൾ ഏത് മാഗ്നറ്റ് ഞങ്ങളുടെ പ്രോഡക്റ്റിൽ യൂസ് ചെയ്യുന്നുവോ അത് നാച്ചുറൽ വെതർ, വിൻഡ് സ്പേഷ്യസ്, ബയോ മാഗ്നറ്റിക് ആയിട്ടാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഭൂമിക്കടിയിൽ നിന്നും ഏകദേശം 600 to 800 ഫീറ്റ് ആഴത്തിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. സർ, താങ്കളുടെ ഈ ബയോട്ടോറിയം പ്രോഡക്ട്സ് ഉണ്ടല്ലോ, അത് ഏത് തരത്തിലുള്ള രോഗങ്ങൾക്കാണ് ഉപയോഗപ്രദമായിട്ടുള്ളത്? ബേസിക്കലി നിങ്ങളുടെ ചോദ്യം ഈ ബയോ മാഗ്നറ്റിക് അസുഖത്തിനുള്ള മരുന്നല്ല, അത് ഇൻടേക്ക് പ്രോഡക്റ്റും അല്ല. ഈ ബയോമാഗ്നറ്റിക് ഇസ് ദ ആൾട്ടർനേറ്റീവ് എക്സ്റ്റേണൽ നോൺ ഇൻവെൻസീവ് പ്രോഡക്റ്റ്. ഇത് നിങ്ങൾ എക്സ്റ്റേണൽ ആയിട്ട് യൂസ് ചെയ്യാം. ഇത് ഒരു പർട്ടിക്കുലർ അസുഖത്തിനുള്ള മരുന്നല്ല. അത് ആയിരക്കണക്കുള്ള അസുഖങ്ങളുണ്ട്. ഇത് അസുഖങ്ങൾക്കുള്ള മരുന്നല്ല. ഈ മാഗ്നറ്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങളുടെ ബോഡിക്കുള്ളിൽ ഉള്ള അയൺ കോഡിനെ അട്രാക്ട് ചെയ്ത് ബ്ലഡ് സർക്കുലേഷനെ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആകുന്നത് കാരണം ബോഡിക്കുള്ളിൽ ഡിസോൾവ് ഓക്സിജൻ ലെവൽ ഇൻക്രീസ് ആകും. പിന്നെ ബോഡിക്കുള്ളിൽ ഇരുന്ന ഓക്സിജൻ ലെവൽ ഇൻക്രീസ് ആകുന്നത് പോലെ അത്രയും നമ്മുടെ ബ്ലഡ് സെൽസും ഹെൽത്തി ആകും. ബേസിക്കലി ലോകത്തിലുള്ള മാഗ്നറ്റും അയനും ഒന്നിനൊന്ന് അട്രാക്ട് ചെയ്യും. അയൺ ഒരിക്കലും യാതൊന്നിനെയും അട്രാക്ട് ചെയ്യത്തില്ല. പിന്നെ അതേപോലെ മാഗ്നറ്റും ഏതൊരു കാര്യത്തെയും അട്രാക്ട് ചെയ്യില്ല. പിന്നെ നമ്മുടെ ശരീരത്തും അയനുണ്ട്. എൻവിറോൺമെന്റിൽ മാഗ്നറ്റിക് ഫ്രീക്വൻസി ഉണ്ട്. ഈ നമ്മുടെ ഭൂമി തന്നെ ഒരു മാഗ്നറ്റിക് എനർജിയാണ്. ഞാൻ ഒരു സിമ്പിൾ ലാംഗ്വേജിൽ മനസ്സിലാക്കി തരാം. മാഗ്നറ്റ് അയനെ അട്രാക്ട് ചെയ്ത് ലൈറ്റ്സ് വേഗത്തിൽ നമ്മുടെ ശരീരത്തിന്റെ അകത്ത് സ്പ്രെഡ് ആകാൻ തുടങ്ങും. പിന്നെ നമ്മുടെ ലെഫ്റ്റിലും റൈറ്റിലും ലങ്സ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഫുൾ ബോഡിയിൽ സ്പ്രെഡ് ആക്കും. ഇത് ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞു തരാം. നമ്മുടെ ബോഡിക്കകത്ത് 72,000 ബ്ലഡ് വെസൽസ് ഉണ്ട്. അത് അപ്രോക്സിമേറ്റ്ലി ഒരു 1 കിലോമീറ്റർ ലോങ് ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഈ പാർട്ട് അയൺ എന്ന് വിചാരിച്ചോളൂ. പിന്നെ ഇതിന്റെ ബാക്കിൽ ബ്ലാക്ക് കളറില്ലേ, ഇത് അയൺ എന്ന് വിചാരിച്ചോളൂ, ഇത് മാഗ്നറ്റ് എന്ന് വിചാരിച്ചോളൂ. ഇപ്പോ മാഗ്നറ്റ് അയനി വലിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങും. പിന്നെ എന്ത് പറ്റും, ബാക്കിൽ ഒരു വാക്യൂം ഉണ്ടാക്കും, എംപ്റ്റി സ്പേസ് ഉണ്ടാക്കും. ഇപ്പൊ നമ്മൾ ഗ്ലാസ്സിൽ ഹാഫ് വെള്ളം കുടിച്ചിട്ട് ഹാഫ് വിട്ടേക്കെന്ന് വെച്ചോളൂ. അപ്പൊ ഗ്ലാസിന്റെ പകുതിക്ക് മുകളിൽ എന്തുണ്ടാകും, ഓക്സിജൻ. എംപ്റ്റി പ്ലേസ് ഓക്സിജൻ. എവിടെയൊക്കെ എംപ്റ്റി സ്പേസ് ഉണ്ട് അവിടെയൊക്കെ ഓക്സിജൻ ഫിൽ ആകും. ഇവിടെ അതാണ് സംഭവിക്കുന്നത്. ഇത് സിമ്പിൾ ലോജിക്. പിന്നെ ഇഞ്ചക്ഷൻ ഉള്ള ബെസ്റ്റ് എക്സാമ്പിൾ, മാഗ്നറ്റ് അയനിയും വലിച്ചുകൊണ്ട് ഓടി, എംപ്റ്റി സ്പേസ് ഉണ്ടായി. പിന്നെ നമ്മുടെ ബ്ലഡ് വെസൽസ് എത്ര ലോങ് ഉണ്ട്, 1 lakh കിലോമീറ്റേഴ്സ്. 1 lakh കിലോമീറ്റേഴ്സ് വെച്ചാൽ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? നമ്മുടെ ഒറിജിനൽ എർത്ത്. നമ്മുടെ ബ്ലഡ് വെസലിന് എടുത്തു കഴിഞ്ഞാൽ അത് 7 തവണ എർത്തിനെ ചുറ്റാൻ പറ്റും. അത്രയും ബ്ലഡ് വെസൽസ് നമ്മുടെ ബോഡിയിലുണ്ട്. സോ എർത്ത് മാഗ്നറ്റ് അയനി കൊണ്ട് ഓടുമ്പോൾ ഇവിടെ എംപ്റ്റി സ്പേസ് ഉണ്ടാകും. പിന്നെ സയൻസ് എന്ത് പറയുന്നു വെച്ചാൽ എവിടെ എംപ്റ്റി സ്പേസ് ഉണ്ട്, എവിടെ വാക്യൂം ഉണ്ടോ അവിടെ ഓക്സിജൻ കയറിക്കൂടും. നിങ്ങൾ ശ്വാസം വലിച്ചകത്തെടുക്കുമ്പോൾ ലെഫ്റ്റ് ഓർ റൈറ്റ് ലങ്സിൽ അത് സ്റ്റോർ ആക്കും. അതിന് വാക്യൂം കിട്ടുമ്പോൾ, എംപ്റ്റി സ്പേസ് കിട്ടുമ്പോൾ ലങ്സിന്റെ ഓക്സിജൻ ബ്ലഡ് വെസൽസിന്റെ അകത്തേക്ക് പോകും. ഇപ്പൊ ബ്ലഡ് വെസൽസിന്റെ അകത്ത് പോയതും ബൈ ഡിഫോൾട്ട് ശരീരത്തിനകത്ത് ബ്ലഡ് വെസൽസിന്റെ അകത്ത് ഓക്സിജൻ പെർസെന്റേജ് ഇൻക്രീസ് ആക്കും. ചിലപ്പോൾ നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ പെർസെന്റേജ് ശരിയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ബോഡി ഹെൽത്തി ആയിരിക്കും, ഫിറ്റ് ആയിരിക്കും. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഇതാണ് ഉത്തരം. ഇത് ഒരു അസുഖത്തിന് മരുന്നല്ല. ബയോമാഗ്നറ്റിസം ഇസ് എൻ ആൾട്ടർനേറ്റീവ് തെറപ്പി, എക്സ്റ്റേണൽ. പിന്നെ നിങ്ങൾ കഴിക്കുന്ന മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കാം. ഡോക്ടേഴ്സ് പറയുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ദിസ് ഇസ് എൻ എക്സ്റ്റേണൽ നോൺ ഇൻവെൻസീവ് 100% natural therapy, biomagnetic concept. സർ, ഈ ബയോട്ടോറിയത്തിന് ഏതൊക്കെ പ്രോഡക്ട്സ് ആണുള്ളത്? ഇതിൽ ഏതൊക്കെയാണ് കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്? ഇപ്പൊ ഞങ്ങളുടെ ബയോമാഗ്നറ്റിക് ബ്രേസ്ലെറ്റ് ഉണ്ട്, വാട്ടർ പാഡ് ഉണ്ട്, പിന്നെ ബയോമാഗ്നറ്റിക് മാട്രസ് പാഡ് ഇതാ ഇവിടെ ഉണ്ട്. ഇത് ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് ബയോമാഗ്നറ്റിക് ബ്രേസ്ലെറ്റ്. ഇത് കയ്യിൽ ഇങ്ങനെ ഇട്ടുള്ളൂ. ഇത് അവിടെ തന്നെ ഇരിക്കട്ടെ, ബിക്കോസ് ഇതിൽ ഹൈ ഇന്റൻസിറ്റി ബ്രേസ്ലെറ്റ്സ് ഉണ്ട്. പിന്നെ ഈ ബെൽറ്റ് കുറച്ച് ലെങ്ത് ആയിട്ട് ഞങ്ങൾ വെച്ചിരിക്കുകയാണ്. വേണമെന്നുള്ളത് കട്ട് ചെയ്തോളാം. ഇത് കൂടുതൽ വെച്ചതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇവിടെ ഇടാൻ ഇഷ്ടപ്പെടില്ല, ഇങ്ങോട്ട് ഇവിടെ ആയിരിക്കും, പിന്നെ താഴെ കാലിലായിരിക്കും, പിന്നെ തോളിലായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്തോളാം, വേണ്ടെങ്കിൽ കട്ട് ചെയ്തോളാം. പിന്നെ ഈ സ്ഥലത്ത് നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്തോളാം.
പിന്നെ ഈ മാഗ്നറ്റിക് പവർ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. ജസ്റ്റ് ഫിക്സ് ഇറ്റ് ആൻഡ് ഫർഗെറ്റ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ മാഗ്നറ്റിന്റെ ജോലി അത് ചെയ്യും, പിന്നെ നമ്മുടെ ജോലി നമ്മൾ സർ, ചെയ്യാം. താങ്കളുടെ ഈ ബൈറ്റോറിയം പ്രോഡക്ട്സ് എത്ര ദിവസത്തിനുള്ളിലാണ് ഫലം കാണുന്നത്? ഇതിന് ടൈം ലിമിറ്റ് ഒന്നുമില്ല. നിങ്ങളുടെ ബോഡി എങ്ങനെയാണ്, പിന്നെ അതിന്റെ അകത്ത് എങ്ങനത്തെ ഡാമേജസ് ഉണ്ടായിട്ടുണ്ട്, ബ്ലഡ് സെൽസ് എത്ര ഡാമേജ് ആയിരിക്കുന്നു, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, നിങ്ങൾ കുടിക്കുന്നത്, ഇതെല്ലാം കൂടെ അതിന് അത്യാവശ്യമാണ്. പിന്നെ ഇതിന് ഒരു സ്പെസിഫിക് ടൈമൊന്നുമല്ല. പിന്നെ ചിലപ്പോ 5-10% റിസൾട്ട് കിട്ടിയില്ലെങ്കിലും ആ ബോഡി അതിന്റെ ബ്ലഡ് സെൽസിനെ എത്ര ഡാമേജ് ചെയ്തിരിക്കുന്നു, അതായത് അതിൽ കുറെ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ അതേപോലെ അതിനൊരു സ്പെസിഫിക് ടൈം ലിമിറ്റും ഇല്ല. അങ്ങനത്തെ ഒരു ടൈം ലിമിറ്റ് ഞങ്ങൾ തരുന്നില്ല. അത് കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യൻ വാച്ച് ഫിക്സ് ചെയ്തിട്ട് അവിടെ ഇരിക്കും. പിന്നെ പറയും നിങ്ങൾ 15 ദിവസം തന്നു, 10 ദിവസത്തിന് തന്നു. സോ ഇത് പേഷ്യന്റ് ആയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. മാഗ്നറ്റ് അതിന്റെ പണിയെ സെക്കൻഡ്സിൽ ചെയ്യാൻ തുടങ്ങും. മാഗ്നറ്റ് ആ സെക്കൻഡ് തന്നെ നമ്മുടെ ശരീരത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ നിങ്ങളുടെ ബോഡി അതിന് റെസ്പോണ്ട് ചെയ്യുന്നത് പോലെയായിരിക്കും. നിങ്ങളുടെ ബോഡി എത്രയും വേഗം അതിന് റെസ്പോണ്ട് ചെയ്യുന്നോ അത്രയും വേഗം റിസൾട്ട് കിട്ടാൻ വഴിയുണ്ട്. പിന്നെ നിങ്ങളുടെ ബോഡി ശരിക്കും റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ, ബ്ലഡ് സെൽസ് കൂടുതൽ ഡാമേജ് ആയിരുന്നെങ്കിൽ അതിനുള്ള സമയമെടുക്കും. പിന്നെ ചിലർക്ക് അതിന്റെ ഒരു റിസൾട്ട് ഉടനെ കിട്ടാതെയും ഇരിക്കാം. സർ, വേറൊരു ചോദ്യമുണ്ട്. ഓരോരുത്തരുടെ ശരീരപ്രകൃതവും വ്യത്യസ്തമായിരിക്കും. അപ്പോ ആ മാഗ്നറ്റ്സ് പേഴ്സൺ ടു പേഴ്സൺ ഡിഫർ ആകും. സോ അതിലുപയോഗിക്കുന്ന മാഗ്നറ്റ്സുകളാണോ വ്യത്യസ്തമായത്, അതോ അതിന്റെ റേഞ്ചാണോ വ്യത്യസ്തമായത്? അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? അല്ല, ജനറലി ഞങ്ങളുടെ മാഗ്നറ്റ്സ് ഒക്കെ സെയിം ആയി തന്നെ ഇരിക്കും. പിന്നെ ഞങ്ങളുടെ പ്രീമിയർ ക്വാളിറ്റി പ്രോഡക്റ്റില് സൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഒരേപോലെ തന്നെ ഇരിക്കും. ഓക്കെ, അപ്പൊ പ്രീമിയം ക്വാളിറ്റിയിലുള്ള മാഗ്നറ്റ്സ് ആണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. തീർച്ചയായും. ഒന്ന് റെഗുലർ, ഇന്നൊന്ന് പ്രീമിയം ക്വാളിറ്റി. പ്രീമിയം ക്വാളിറ്റിയിലെ ഫാബ്രിക്സ് എക്സ്ട്രോർഡിനറി ആയിരിക്കും. പിന്നെ കുറച്ച് ആൾക്കാർക്ക് ക്രിട്ടിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകാൻ വഴിയുണ്ട്. അത് കാരണം ഞങ്ങൾ മാഗ്നറ്റ്സിന്റെ ഇന്റൻസിറ്റിയെ കൂടുതലാക്കും. ഇത് കാരണം റിസൾട്ട് കിട്ടാൻ വളരെ ഈസി ആയിരിക്കും. ആൻഡ് അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. ആ മാഗ്നറ്റിന്റെ സൈസ് പിന്നെ ക്വാണ്ടിറ്റിയും ഡിഫറെന്റ് ആയിരിക്കും. ഞങ്ങളുടെ അടുത്ത് പല തരത്തിലുള്ള സൈസിലുള്ളത് നിങ്ങൾ കാണാം. പലതരത്തെ സൈസുകളുണ്ട്. എന്റെ അടുത്ത് ഇതിനേക്കാളും വലിയ വലിയ മാഗ്നറ്റ്സ് ഉണ്ട്. ഞങ്ങൾ ഇത് വേറെ വേറെ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പല പല സൈസിൽ പലതരം കാര്യപ്പെട്ടതായിരിക്കാം. ബ്രേസ്ലെറ്റിൽ ഡിഫറെന്റ് സൈസാണ്. വാട്ടർ എനർജി പാഡ് മേക്കർ സൈസ് വേറെയാണ്. പിന്നെ ഞങ്ങളുടെ മാട്രസിന്റെ സൈസ് വേറെയാണ്. പിന്നെ ഞങ്ങളുടെ പ്രീമിയം പ്രോഡക്ട്സ് മാഗ്നറ്റിന്റെ സൈസ് വേറെയാണ്. കാരണം അതിന്റെ ക്വാണ്ടിറ്റിയും ഡിഫറെന്റ് ആയിരിക്കാം. പക്ഷേ ഞങ്ങളത് സയന്റിഫിക് ബേസിൽ റിസർച്ച് ചെയ്ത് പ്രിപ്പയർ ആക്കും. അതിൽ എത്ര ആവശ്യമുണ്ടോ അതിനുള്ളത് ഞങ്ങൾ അതിൽ തന്നിരിക്കും. കാരണം റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണ്. സർ, ഇന്ത്യയിൽ ഡയബറ്റിക് പേഷ്യൻസ് അധികരിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ ഇവിടെ കുട്ടികൾ മുതൽ വയസ്സായവർ വരെ ഈ ഡയബറ്റിക് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ബ്ലഡ് പ്രഷറും ഇത് കാരണം അധികരിക്കുന്നുണ്ട്. ഈ ബൈറ്റോറിയം പ്രോഡക്ട്സിൽ ഏതാണ് കൂടുതൽ ഉപയോഗപ്രദം? നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഡയബറ്റീസ് സ്വീറ്റ്സ് കഴിക്കുന്നത് കൊണ്ട് വരുന്നതില്ല. ബേസിക്കലി നിങ്ങൾ ഏത് ആഹാരം കഴിച്ചാലും അത് 2 to 2.5 hours അകത്ത് ഗ്ലൂക്കോസ് ആൻഡ് ഫാറ്റി ആസിഡ് ആയിട്ട് മാറും. പിന്നെ നിങ്ങളുടെ ശരീരത്ത് ഓക്സിജൻ ലെവൽ കുറവായതുകൊണ്ട് നിങ്ങൾ കഴിച്ചത് അങ്ങനെ തന്നെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ആകും. അതേപോലെ പാൻക്രിയാസ് ഇൻസുലിനെ ക്രിയേറ്റ് ചെയ്യും. പാൻക്രിയാസ് ഇൻസുലിനെ ബേൺ ചെയ്യാൻ അതിന്റെ അകത്ത് ഡിസോൾവ് ഓക്സിജൻ ആവശ്യമാണ്. അത് നമ്മുടെ ശരീരത്തിൽ കുറവായിരിക്കും. കാരണം 3 അടിക്ക് ഒരു സ്ഥലത്ത് ഇരുമ്പ് ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ആവശ്യമുള്ള നാച്ചുറൽ മാഗ്നറ്റ് ശരിക്കുള്ള പ്രപ്പോർഷനിൽ കിട്ടുന്നില്ല. ഇൻസുലിനെ കൊണ്ട് ഗ്ലൂക്കോസിനെ ശരിക്കും ബേൺ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അതിന്റെ പ്രോപ്പർ പ്രപ്പോർഷനിൽ, കാരണം നമ്മുടെ ബോഡിക്കകത്ത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഉണ്ട്, അത് പ്രോപ്പർ പ്രപ്പോർഷനിൽ കിട്ടാതെ പോകാം. അത് കിട്ടാത്തത് കാരണം അത് ഗ്ലൂക്കോസിനെ കൂടുതലാക്കാം, പെട്ടെന്ന് വിടും, പെട്ടെന്ന് കൂടുതലാക്കും, പെട്ടെന്ന് വിടും. ഇത് കാരണം നിങ്ങളുടെ ശരീരത്തിൽ ഷുഗർ ലെവൽ കൂടുതലാകാം. അത് കാരണം ഫാറ്റും കൂടുതലാകും. മൾട്ടിപ്പിൾ അസുഖങ്ങൾ വരാം. അത് കാരണം മൾട്ടിപ്പിൾ ഓർഗൻസ് ഫെയിലിയർ ആകാം. മാഗ്നറ്റ്സ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ മാഗ്നറ്റ്സ് എന്ത് ചെയ്യും? ഇംപ്രൂവ്സ് യുവർ ബ്ലഡ് സർക്കുലേഷൻ ബൈ ഡിഫോൾട്ട് ആൻഡ് എൻഹാൻസ് യുവർ ബ്ലഡ് സർക്കുലേഷൻ. ശരീരത്തിൽ ഓക്സിജൻ ലെവൽ കൂടുതലാകുകയാണെങ്കിൽ ഇത് ഒബ്വിയസ് ആയ കാര്യമാണ്. കാരണം ഓക്സിജൻ എന്ത് ആവശ്യമോ അത് അതിന് കിട്ടിയിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു കാൻഡിൽ കത്തിച്ചിട്ട് അതിനെ ഒരു ഗ്ലാസ് കൊണ്ട് മൂടി വെക്കുമോ? 10-15 സെക്കൻഡിനകത്ത് അത് അണഞ്ഞു പോകും. കാരണം അതിന് ആവശ്യമുള്ള ഓക്സിജൻ കിട്ടുന്നില്ല. സെയിം തിയറിയാണ് ഇതിനും. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉള്ളപ്പോൾ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഇൻസുലിനെ കൊണ്ട് കൺട്രോൾ ചെയ്യാതെ പോകും. കാരണം നിങ്ങളുടെ അടുത്ത് പ്രോപ്പർ ഓക്സിജൻ ഇല്ല. ചിലപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഡിസോൾവ് ഓക്സിജൻ കൂടുകയാണെങ്കിൽ അതിന് മാഗ്നറ്റ് തീർച്ചയായും ഹെൽപ്പ് ചെയ്യും. ഞങ്ങൾ ഇത് കാരണം ഡയബറ്റീസ് ക്യൂർ ആവുന്ന ഒരു ഉത്തരവാദിത്തം തരില്ല. കമ്പനി അതിനുള്ള ഗ്യാരണ്ടി വാറന്റി ഒന്നും കൊടുക്കാറില്ല. പക്ഷേ അത് തീർച്ചയായും സഹായിക്കും. നിങ്ങളത് കൺട്രോളിൽ വെക്കാനും ഫ്യൂച്ചറിൽ ഇത് വരാതിരിക്കാനും സഹായിക്കും.
നമ്മുടെ ആക്ച്വൽ പ്രോഡക്ട്സ് പ്രിവെൻഷന് സംബന്ധപ്പെട്ടതാണ്. ഫ്യൂച്ചറിൽ ഒരു അസംഭവം സംഭവിക്കാൻ പാടില്ലെന്നാണ്. നിങ്ങൾ ഈ പ്രോഡക്റ്റിനെ ഇപ്പൊ തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങണം. ഹെൽത്തി ആയിട്ടുള്ളവരാണ് ഇത് ആദ്യം യൂസ് ചെയ്യേണ്ടത്. പിന്നെ അൺഹെൽത്തി ആയി ഇരിക്കുന്നവർ ഇത് യൂസ് ചെയ്യാം. ഇത് ഹൈ ബി പോലും നല്ലോണം ബാലൻസ് ചെയ്യും. പിന്നെ അത് ടോട്ടലായിട്ട് നല്ല ബാലൻസ് ചെയ്ത് നല്ല കൺട്രോളിൽ വെക്കും. കാരണം ഈ ഹൈ ബിപിയും ഡയബറ്റിക്കും ഒരു ചെതില് മാതിരിയാണ്. അത് കുറച്ചായിട്ട് നമ്മൾ ഇല്ലാതെയാക്കും. അത് കാരണം നിങ്ങൾ ഈ മാഗ്നറ്റിക് കിടക്കയിൽ കിടക്കണം, മാഗ്നറ്റിക് വെള്ളം കുടിക്കണം, ബ്രേസ്ലെറ്റ് ഇടണം, ഈ ബയോ മാഗ്നറ്റിക് പ്രോഡക്ട്സിനെ യൂസ് ചെയ്യണം. ഇത് നിങ്ങൾ ലൈഫ് ടൈം മുഴുവനും കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യാം. അതിന്റെ കൂടെ നിങ്ങൾ റൂട്ടീൻ ജോലി ദിവസം ചെയ്തുകൊണ്ടിരിക്കാം. സർ, താങ്കൾ തന്ന ഈ ബ്രേസ്ലെറ്റ് ലോ ബി ഉള്ളവരും ഹൈ ബി ഉള്ളവരും ഒരുപോലെ ഉപയോഗിക്കണം? തീർച്ചയായിട്ടും. ഇത് നമ്മുടെ ബ്ലഡ് പ്രഷറിനെ ബാലൻസ് ചെയ്യാൻ മാഗ്നറ്റ് ഹെൽപ്പ് ചെയ്യും. അത്രയേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഇതിലൊരു കാര്യം ചെയ്യണം. നിങ്ങൾക്ക് ലോ ബി പി ആണെങ്കിൽ എപ്പോഴും നിങ്ങൾ ഇതിനെ ലെഫ്റ്റ് ഹാൻഡിലേ ഇടാവൂ. നിങ്ങൾ എപ്പോഴും ഓർമ്മ വയ്ക്കേണ്ടത് എല്ലാണ്. എന്ന് വെച്ചാൽ ലോ എന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ട് ലെഫ്റ്റ് സൈഡിലാണ്. നിങ്ങൾ ലോ ബി പി ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിൽ ഇടണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഹൈ ബി പി ആണെങ്കിൽ റൈറ്റ് ഹാൻഡിൽ ഇടണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലെങ്കിൽ ആ റൈറ്റ് ഹാൻഡിൽ ഇട്ടാൽ മാത്രം മതി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാലിലിടാം, തൈസിലിടാം, ആംസിലും ഇടാം. ഒരു പ്രശ്നവുമില്ല. സർ, എനിക്ക് വേറൊരു ചോദ്യമുണ്ട്. ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികൾക്ക് പോലും ബ്ലഡ് പ്രഷർ വേരിയേഷൻ ഉണ്ട്. സോ ഏത് ഏജ് മുതൽക്കാണ് ഈ ബൈറ്റോറിയം പ്രോഡക്ട്സ് ഉപയോഗിക്കേണ്ടത്? ഈ മാഗ്നറ്റിസം ഉണ്ടല്ലോ, ഇതിൽ ഒരു സൈഡ് എഫക്റ്റും എപ്പോഴും ഉണ്ടാവില്ല. സോ ഇത് കുട്ടികളും യൂസ് ചെയ്യാം, പിന്നെ വലിയവരും യൂസ് ചെയ്യാം, പിന്നെ 10 ദിവസത്തെ കുട്ടിയും ഇത് യൂസ് ചെയ്യാം, 110 വയസ്സായവരും ഇത് യൂസ് ചെയ്യാം. ഒരു സൈഡ് എഫക്റ്റും ഇല്ല. ഇത് 100% നാച്ചുറൽ ആണ്. പിന്നെ ഈ പ്രോഡക്റ്റിനെ എല്ലാവരും യൂസ് ചെയ്താകണം. ഞങ്ങൾ വേറെ ഫോർമാറ്റിൽ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. സോഫയ്ക്ക് കൊണ്ടുവരുന്നുണ്ട്, ഓഫീസ് ചെയറിന്, പിന്നെ കാറിനും ഫോം മാഗ്നറ്റിക് കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. പിന്നെ എല്ലാ സ്ഥലത്തും ഞങ്ങൾ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. ബൈക്ക്, പിന്നെ അഗ്രികൾച്ചറിനും ഞങ്ങൾ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. ടൈപ്സ് ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്. മാഗ്നറ്റിക് പ്രോഡക്ട്സ് നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യാം. ഇതിന് ഒരു സൈഡ് എഫക്ട്സും ഇല്ല. കാരണം ഇത് ആർട്ടിഫിഷ്യലി ഇലക്ട്രിക് ചാർജ് മാഗ്നറ്റ് അല്ല. ഒരു കുടുംബത്തിലെ മുതിർന്നയാൾ ഏതെങ്കിലും പ്രോഡക്ട്സിലെ മാട്രസ് വാങ്ങിയാൽ അപ്പോൾ ഓൾട്ടർനേറ്റ് ഡേയ്സ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അത് മാറ്റി ഉപയോഗിക്കണമെന്നാണോ? അല്ല, പാരന്റ്സിൽ ആരെങ്കിലും? അല്ല, ബേസിക്കലി ഈ പ്രോഡക്റ്റ് എല്ലാവർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് ഇരിക്കണം. നിങ്ങൾ ഇതിൽ കുറച്ചുകൂടെ പിശുക്കത്തന്നെ കാണിക്കരുത്. ചിലപ്പോൾ നിങ്ങളുടെ മാട്രസ് ഉണ്ടെങ്കിൽ 3/6 മാട്രസ് ഉണ്ടെങ്കിൽ ചിലർ ഇതാ ചെയ്യുന്നത്. ഹസ്ബൻഡ് തലേണ യൂസ് ചെയ്യും, വൈഫ് മാട്രസ് യൂസ് ചെയ്യും. ഒരു ദിവസം വൈഫ് ഉറങ്ങും, പിന്നെ ഒരു ദിവസം ഹസ്ബൻഡ് ഉറങ്ങും. ഇങ്ങനെ ചെയ്യരുത്. നമ്മൾ ഇതിനെ സമ്പാദിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വേണ്ടിയാ. എല്ലാം നമ്മുടെ ശരീരത്തിന് വേണ്ടിയാ ചെയ്യുന്നത്. എന്തിനാ കോംപ്രമൈസ് ചെയ്യുന്നത്? എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇരുന്നാകണം. ഞാൻ എന്തിനാ അത് വേണ്ടത് പറയുന്നത് വെച്ചാൽ അവരുടെ വൈറസ്, ബാക്ടീരിയാസ് അതിന്റെ അകത്ത് പോകും. അതുകൊണ്ട് എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയിട്ട് യൂസ് ചെയ്യണം. വാട്ടർ എനർജി പാഡ് ഉണ്ടെങ്കിൽ എല്ലാവരും തനിയെ വെച്ചോളൂ. ബ്രേസ്ലെറ്റും അങ്ങനെയാണ്. പിന്നെ നിങ്ങളുടെ മാട്രസും അങ്ങനെ തന്നെയാണ്. ഓരോരുത്തരും ഇൻഡിപെൻഡന്റ് ആയിട്ട് വെച്ചിരിക്കണം. എല്ലാവരും അത് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യണം. പിന്നെ തുടർന്ന് യൂസ് ചെയ്യണം. ഒരു ദിവസം ഗ്യാപ്പ് കൂട്ടി ചെയ്യരുത്. പിന്നെ കിട്ടേണ്ടത് തുടർന്ന് കിട്ടാതെ പോകും. സോ നിങ്ങൾ ഇത് 365 ഡേയ്സ് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്തോളൂ. പിന്നെ ഇത് 365 ഡേയ്സ് യൂസ് ചെയ്താൽ ഒരു സൈഡ് എഫക്റ്റും ഇല്ല. യൂഷ്വൽ ആയിട്ട് ഒരു മനുഷ്യൻ 8 മണിക്കൂർ ഉറങ്ങും. 8 മണിക്കൂർ ശേഷം ഉറങ്ങുന്നവന് പേഷ്യന്റ്, 8 മണിക്കൂറിന് കുറവാണ് ഉറങ്ങുന്നവന് പേഷ്യന്റ്. സോ നിങ്ങൾ എപ്പോഴും 8 മണിക്കൂർ ഉറങ്ങിയാകണം. പിന്നെ കൂടുതൽ ഉറങ്ങിയാൽ ഇതിൽ ഒരു സൈഡ് എഫക്റ്റും ഇല്ല. മാഗ്നറ്റിന് കാരണം ഒരു സൈഡ് എഫക്റ്റും ഇല്ല. പിന്നെ എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ട് യൂസ് ചെയ്യണം. സർ, താങ്കൾക്ക് ഒരുപാട് നോളേജ് ഉണ്ടല്ലോ മാഗ്നറ്റിനെ പറ്റി. എനിക്കിതിന് അതിശയം തോന്നുന്നു. താങ്കൾ ഇത്രയധികം റിസർച്ചുകൾ എങ്ങനെയാണ് ചെയ്തത്? എങ്ങനെയെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. 16 ഇയേഴ്സ് ആയിട്ട് ഞങ്ങൾ ഇതിലാണ് പണിയെടുക്കുന്നത്. ഒരേ സ്ഥലത്തിരുന്ന് മാഗ്നറ്റിസമിലാണ് പണിയെടുക്കുന്നത്. വി ആർ ദ മാനുഫാക്ചറേഴ്സ്. സോ മാഗ്നറ്റിസം കുറിച്ച് ഞാനത് കണ്ടതും എനിക്ക് മനസ്സിലായത് അതില് കുറെ ഡെപ്ത് ഉണ്ടെന്നാ. പിന്നെ അതിൽ ഞാൻ സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. ഞാൻ മാഗ്നറ്റിസം കുറിച്ച് എന്റെ അടുത്ത് 100 കണക്കിന് പുസ്തകങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഈവൻ ഇന്റർനെറ്റിൽ പോലും കോടിക്കണക്കായ ഇൻഫർമേഷൻസ് ഉണ്ട്. നിങ്ങൾ ഇന്റർനെറ്റില് ബ്ലഡ് സർക്കുലേഷൻ, മാഗ്നറ്റിസം ഈ കീവേഡ്സ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഇൻഫർമേഷൻസ് കിട്ടും. പിന്നെ അതിൽ കുറെ പുസ്തകങ്ങളുണ്ട്. 100 കണക്കായ പുസ്തകങ്ങളുണ്ട്. ഞാൻ ചിലതൊക്കെ നിങ്ങൾക്ക് കാണിക്കാം. ഇവിടെ ഞങ്ങളുടെ ലൈബ്രറി ഉണ്ട്. പ്ലീസ് കം. സർ, ഇതെല്ലാം താങ്കളുടെ പുസ്തകങ്ങളാണ്? അതെ, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മാഗ്നറ്റിസം കുറിച്ച് കുറെ ബുക്സ് ഉണ്ട്. പിന്നെ കുറെ ഇൻഫർമേഷൻസ് ഉണ്ട്. പിന്നെ ഇന്റർനെറ്റിൽ നിങ്ങൾക്ക് കുറെ ഇൻഫർമേഷൻസ് കിട്ടും. ഇവിടെ കുറെ ബുക്സ് ഉണ്ട്. സോ ഞങ്ങളും മാഗ്നറ്റിസം കുറിച്ച് കുറെ അവയർനെസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേൾഡ് വൈഡ് കൊണ്ടുപോകുന്നുണ്ട്. 16 ഇയേഴ്സ് ആയിട്ട് ഞങ്ങൾ ബയോമാഗ്നറ്റിസം കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നത്തെ ദിവസം വരെ ഞങ്ങൾ ഇന്ത്യയില് 29 സ്റ്റേറ്റ്സില് ഈ ബയോമാഗ്നറ്റിക് പ്രോഡക്ട്സിന് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നല്ല അവയർനെസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്യൂച്ചറിൽ ഞങ്ങൾ ഏകദേശം 150 കൺട്രീസിൽ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ന്യൂ ജേഴ്സിക്കകത്ത് ഞങ്ങൾ ഓൾറെഡി എൻട്രി ചെയ്ത് കഴിഞ്ഞു. നേപ്പാളിന്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞു.
കാനഡയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ ഇതുപോലെ ഞങ്ങൾ 150 കൺട്രീസിലും ലാൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ പ്രോഡക്ട്സിന്റെ അടുത്ത് ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം ഞങ്ങളുടെ ഹ്യൂജ് മാനുഫാക്ചറിങ്, പിന്നെ ഞങ്ങൾക്ക് എബിലിറ്റിയും കപ്പാസിറ്റിയും ഉണ്ട്. ലോകം മുഴുവനും ബയോ മാഗ്നറ്റിക് പ്രോഡക്ട്സ് സപ്ലൈ ചെയ്യാനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട്. പിന്നെ മുംബൈയിൽ ഞങ്ങൾക്കൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. ലോകം മുഴുവനും സപ്ലൈ ചെയ്യാൻ പറ്റും. ഇന്ത്യ ഈസ് എ മാനുഫാക്ചറിങ് ഹബ്. സോ ഞങ്ങൾ ഇന്ത്യയിൽ ഇത് മാനുഫാക്ചർ ചെയ്ത് ലോകം മുഴുവനും സപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ പ്ലാനിങ്. പിന്നെ ഈ പ്രോഡക്റ്റ് എത്ര പേരുണ്ടോ എല്ലാവർക്കും ഈ പ്രോഡക്റ്റ് വേണം. പിന്നെ ഞങ്ങൾ അനിമൽസ് പിന്നെ അഗ്രികൾച്ചറിലും ഈ പ്രോഡക്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് ഞങ്ങളുടെ ബുക്സ് ആണ്. മാഗ്നറ്റിസം കുറിച്ച് ഹിന്ദിയിലും ഇംഗ്ലീഷിലും പ്രിന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ റീജിയണൽ ലാംഗ്വേജിലും പ്രിന്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബൈറ്റോറിയം പ്രോഡക്ട്സ് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നോട്ട് ഓൺലി ഇന്ത്യ, വേൾഡ് വൈഡ്. പക്ഷേ ഒരുപാട് പേർ വളരെ ചീപ്പായ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി വിപണിയിൽ വിറ്റുകൊണ്ടിരിക്കുന്നു. വെരി ഫേക്ക് പ്രോഡക്റ്റ്. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ബേസിക്കലി ഏത് പ്രോഡക്റ്റ് വന്നാലും അതിന്റെ പൈറേറ്റഡ് വേർഷനും ഡ്യൂപ്ലിക്കേറ്റ് വേർഷനും വരാം. പക്ഷേ ഞാനിത് ജനങ്ങളോട് യാചിക്കുകയാണ്, ഇതുപോലത്തെ പൈറേറ്റഡ് ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്ട്സ് യൂസ് ചെയ്യരുത്. കാരണം ഇത് നിങ്ങളുടെ ഹെൽത്തിനെ സംബന്ധിച്ച കാര്യമാണ്. നമ്മൾ ഒറിജിനൽ ബ്രാൻഡഡ് പ്രോഡക്ട്സ് മേടിക്കാവൂ. പിന്നെ ഈ ബയോറ്റോറിയം ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ ബ്രാൻഡായിട്ട് മാറിയിരിക്കുകയാണ്. വി ആർ ദ ഇൻവെന്റർ, വി ആർ ദ പയനിയർ, വേൾഡ്സ് ലാർജസ്റ്റ് മാനുഫാക്ചറർ. ഇത് ഞങ്ങൾ സയന്റിഫിക് വേയിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് ആൾക്കാർ ഇത് ചെയ്യാനേ പറ്റില്ല. മാഗ്നറ്റ്സിൽ തന്നെ കുറെ മാഗ്നറ്റ്സ് ഉണ്ട്. ചീപ്പ്, കോസ്റ്റ്ലി കുറെ കാര്യങ്ങളുണ്ട്. അവർ ഏത് മാഗ്നറ്റ് യൂസ് ചെയ്യുന്നു നമുക്കറിയില്ല. ഈ ബൈറ്റോറിയം വലിയൊരു ബ്രാൻഡാണ്. ഞങ്ങളുടെ പ്രോഡക്ട്സിന്റെ സ്പെഷ്യാലിറ്റി ഇതാണ്. 16 വർഷങ്ങളായി ഒരേ സ്ഥലത്തിലിരുന്ന് വേൾഡ് വൈഡ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ബെസ്റ്റ് പ്രോഡക്ട്സ് ഞങ്ങൾ കൊണ്ട് തരാൻ പറ്റും. 1000-2000 സേവനത്തിന് വേണ്ടി ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഒരു ചീപ്പ് കമ്പനിയുടെ അടുത്ത് നിങ്ങൾ പ്രോഡക്ട്സ് മേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ആഫ്റ്റർ ഓൾ ഇത് നിങ്ങളുടെ ഹെൽത്ത് സംബന്ധിച്ചതാണ്. നിങ്ങൾക്ക് 1000-2000 സേവ് വേണോ അല്ലെങ്കിൽ ഹെൽത്ത് ശരിയാക്കണോ, എന്താ ചെയ്യേണ്ടത്? ഈ ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്ട്സ്, പൈറേറ്റഡ് പ്രോഡക്ട്സ് മേടിക്കുകയും ചെയ്യരുത്. എപ്പോഴും എല്ലാ ഫീൽഡിലും ഇത് ഉണ്ടാകും. ആക്കളുടെ ഡ്യൂപ്ലിക്കേറ്റ് പോലും കിട്ടും. പക്ഷേ ഞങ്ങൾ ക്വാളിറ്റി ആയിട്ട് തരും. വി ആർ എ ബ്രാൻഡ്. പിന്നെ ഈ പ്രോഡക്റ്റ് ഇൻവെന്റ് ചെയ്തത് തന്നെ ഞങ്ങളാണ്. പിന്നെ ഒരു പ്രോഡക്റ്റ് നന്നായിട്ട് പോകുമ്പോൾ അതിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ആകുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് പൈറേറ്റഡ് പ്രോഡക്ട്സ് വരെ തന്നെ ചെയ്യും. സർ, ഒരു ചോദ്യം, അത് എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഡോക്ടറുമായി കൺസൾട്ട് ചെയ്യണോ? ബേസിക്കലി ഞങ്ങൾ അവരുടെ ഇഷ്ടത്തിന് അത് വിടും. പിന്നെ ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്താലും അവർക്ക് ബയോ മാഗ്നറ്റിക് കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം അലോപ്പതി ഡോക്ടേഴ്സിന് ബയോ മാഗ്നറ്റിസം നാച്ചുറോപ്പതി പറ്റി അറിയണ്ട. ബിക്കോസ് ഡോക്ടർ റോൾ ഇപ്പോൾ സ്റ്റാർട്ട് ആകും. നിങ്ങളുടെ ബോഡിയിൽ എന്തെങ്കിലും സിവിയർ പ്രശ്നങ്ങൾ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസീസ് അസുഖമോ വരുമ്പോ അപ്പോഴാണ് നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകുന്നത്. അപ്പോൾ ഡോക്ടറുടെ റോൾ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് അസുഖം തുടങ്ങുമ്പോൾ അവരുടെ റോൾ സ്റ്റാർട്ട് ആകും. വക്കീലിന്റെ റോൾ എപ്പോൾ സ്റ്റാർട്ട് ആകുമോ അതുപോലെയാണ് ഡോക്ടറുടെ റോളും സ്റ്റാർട്ട് ആകുന്നത്. മാഗ്നറ്റിസിനെ കുറിച്ച് ഒരു സൈഡ് എഫക്റ്റും ഇല്ല. ചിലപ്പോൾ ഇത് നിങ്ങൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞാലും അദ്ദേഹത്തിന് ഇതിൽ എത്ര നോളജ് ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ അദ്ദേഹം നിങ്ങൾ എങ്ങനെ ഗൈഡ് ചെയ്യാൻ പറ്റുക? മാഗ്നറ്റ് കാരണം ഒരു സൈഡ് എഫക്റ്റും ഇല്ല. എന്നാലും ഒരു സേഫർ സൈഡ് ഞങ്ങൾ ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ഡോക്ടേഴ്സിനോട് പറയുമെന്ന്. ചിലപ്പോൾ അവർക്ക് നോളജ് ഉണ്ടാകാം. ഇത് വെറും പ്രിക്കോഷണറി മാത്രമാണ്. ഇതിൽ പിന്നെ സൈഡ് എഫക്റ്റ് ഇല്ല. നോ പ്രോബ്ലം. സർ, നമ്മുടെ വീടുകളിൽ 4 ഭാഗത്തും ഇലക്ട്രോണിക് ഐറ്റംസ് ഉപയോഗിക്കുന്നു. ടിവി, വാഷിംഗ് മെഷീൻ പോലുള്ള ഉപകരണങ്ങൾ. അങ്ങനെയുള്ളപ്പോ അതിന്റെ അടുത്ത് ഇത് വെക്കാൻ പാടില്ലേ? ബേസിക്കലി ഇലക്ട്രിക് പ്രോഡക്ട്സിനെ ദൂരെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ലൈക്ക് മൊബൈൽ, നിങ്ങളുടെ ലാപ്ടോപ്പ് കോൺസ്റ്റന്റ് ആയിട്ട് ആ മാഗ്നറ്റിന്റെ പുറത്ത് വെക്കരുത്. ആസ് എ സേഫർ സൈഡ് ഞങ്ങൾ അതിനെ ദൂരെ വെക്കാനാ പറയുക. കാരണം മാഗ്നറ്റിക് സാധനം എന്താന്ന് വെച്ചാൽ ഇലക്ട്രോണിക് സാധനങ്ങളെ റൺ ചെയ്യാൻ വിടില്ല. ചിലപ്പോ ഒരു മാഗ്നറ്റ് നിങ്ങളുടെ വാച്ചിന് കൊണ്ട് വെച്ചാൽ അത് ഓടില്ല. അതുകൊണ്ട് ഈ ഇലക്ട്രോണിക് സാധനത്തിനെ നിങ്ങൾ ദൂരെ തന്നെ വെക്കണം. അത് എപ്പോഴും അല്ല, ചിലപ്പോ അത് 2-3 മണിക്കൂർ അവിടെ തന്നെ ഉണ്ടെങ്കിൽ അത് ഡാമേജ് ആയി പോകാം. അതുകൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത് അത് ഡിസ്റ്റർബ് ആകാം. അതുകൊണ്ട് ഇലക്ട്രോണിക് സാധനങ്ങളെ ദൂരെ വെക്കാനായിട്ട് പറയുന്നത്. ഇലക്ട്രോണിക് സാധനങ്ങളെ ബയോമാട്രിക്കിൽ നിന്ന് കുറച്ച് ദൂരെ വെക്കുന്നതാണ് നല്ലത്. സർ, ഇത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് മാഗ്നറ്റ്സിനെ കുറിച്ച് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടി. സോ താങ്കളുടെ വിഷൻ, താങ്കളുടെ മോട്ടിവേഷൻ, ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അറിവ് നൽകുന്നതിനായി താങ്കളുടെ വിഷൻ എന്താണ്? 16 വർഷങ്ങളായി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ വലിയ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോ കിട്ടിയിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി ഇന്ത്യയില് 29 സ്റ്റേറ്റ്സിൽ ഞങ്ങൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾ ഇത് 150 കൺട്രീസിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്.
ഇപ്പൊ ഇന്ത്യയിൽ മാത്രം നോക്കിയാൽ അടുത്ത 5 വർഷത്തിൽ 80 to 90 crores ഓഫ് മാർക്കറ്റ് ഇന്ത്യയിൽ നിന്ന് തന്നെ വരാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിൽ മാത്രം 80 to 90,000 crores ഞങ്ങൾ ഏകദേശം 150 കൺട്രീസിൽ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഓൾറെഡി 70 to 18 കൺട്രീസിൽ നിന്ന് ഡിമാൻഡ് വന്നിരിക്കുകയാണ്. 24/7 ഞങ്ങളുടെ ഫോൺ എപ്പോഴും ഓൺ തന്നെ ആയിരിക്കും. ഗവൺമെന്റിന്റെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അത് ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ട് ഇമ്പോർട്ട് ലൈസൻസ് എന്റെ അടുത്ത് ഓൾറെഡി 4 എന്റെ അടുത്തുണ്ട്. ഇത് ഞങ്ങൾ ഏകദേശം 150 കൺട്രീസിൽ കൊണ്ടുപോയിരിക്കും. ഇതാണ് ഞങ്ങളുടെ പ്ലാനിങ്. ഇന്ത്യയിൽ ഏകദേശം ഞങ്ങൾ എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ആയിട്ടുണ്ട്. പിന്നെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കുറെ ടെസ്റ്റിമോണിയൽസ്, 1000കണക്കായ ടെസ്റ്റിമോണിയൽസ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലത്തെ പ്രോഗ്രാംസ് ഞങ്ങൾ യൂട്യൂബിലും ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറെ റെഫറൻസ് കിട്ടാനായിട്ട് വഴിയുണ്ട്. ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് വളരെ നന്നായിരിക്കും. ഏകദേശം 3 lakh സ്ക്വയർ ഫീറ്റിൽ ഞങ്ങളുടെ യൂണിറ്റ് തുടങ്ങാനിരിക്കുകയാണ്. അവിടെ ഞങ്ങൾ ഇത് മാനുഫാക്ചർ ചെയ്ത് ലോകം മുഴുവനും കൊണ്ടുപോകാനിരിക്കുകയാണ്. 150 കൺട്രീസിൽ ഞങ്ങളുടെ പ്ലാനിങ് ഓൾറെഡി ഉണ്ട്. ഇത് കാരണം ജനങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഇത് വ്യത്യസ്ത വഴിയാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോ ഇന്നൊരാളെ റെഫർ ചെയ്താൽ അവർക്ക് നല്ല പൈസ കിട്ടാം. അതിന് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇൻ ഡീറ്റെയിൽ ഞങ്ങൾ പിന്നെ എക്സ്പ്ലനേഷൻ തരാം. ഓക്കെ, ഓവറോൾ ഈ പ്രോഡക്റ്റ് ഈച്ച് ആൻഡ് എവറി പേഴ്സണിൽ ഇന്ന് ആവശ്യപ്പെട്ടതാണ്. ബ്ലഡ് സർക്കുലേഷൻ, ഓക്സിജൻ ലെവലിൽ പ്രശ്നമുണ്ടെങ്കിൽ ഇത് അതിനെ സഹായിക്കും. ഇത് വേൾഡ് വൈഡ് കൊണ്ടുപോയിരിക്കും, അതിൽ ഒരു സംശയം വേണ്ട. ഇപ്പൊ മൊബൈൽസ് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ റേഡിയേഷൻ അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഹാനികരമായതാണ്. സോ ഈ ബൈറ്റോറിയം പ്രോഡക്ട്സ് എപ്രകാരമാണ് ഉപകരിക്കുന്നത്? റേഡിയേഷൻ ദിവസേന ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം 3G, പിന്നെ 4G, ഇപ്പൊ 5G വന്നിട്ടുണ്ട്. 5G 4G കാട്ടിലും വളരെയധികം ഫാസ്റ്റ് ആണ്. സോ റേഡിയേഷൻ ബേസിക്കലി എന്താ ചെയ്യുക? മൊബൈലിൽ ഒരു ട്രാൻസ്മീറ്ററും റിസീവറും ഉണ്ടാകും. ട്രാൻസ്മീറ്ററിനും റിസീവറിനും പിന്നെ ഒരേ പണി തന്നെയാണ്. പിന്നെ നിങ്ങളുടെ ബോഡിയിൽ എനർജി ഉണ്ടാകും. പിന്നെ നിങ്ങൾ മൊബൈൽ കയ്യിൽ വെച്ചിരിക്കുമ്പോൾ ആ മൊബൈലിന്റെ അകത്തിരിക്കുന്ന ട്രാൻസ്മീറ്റർ ആൻഡ് റിസീവർ അത് നമ്മുടെ എനർജിയെ വലിക്കാൻ തുടങ്ങും. അത് കാരണം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഡിസ്റ്റർബ് ആകാം. പിന്നെ ഒരു ഓബിയസ് ആയ കാര്യം, ശരീരത്തിന്റെ അകത്ത് ഓക്സിജൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജനും കുറയും, പിന്നെ ബ്ലഡ് സർക്കുലേഷനും ഡിസ്റ്റർബ് ആകാൻ സാധ്യതയുണ്ട്. പിന്നെ ഞങ്ങളുടെ മാഗ്നറ്റിക് പ്രോഡക്റ്റ് എങ്ങനത്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷനെ ഡിസ്റ്റർബ് ആകാൻ സമ്മതിക്കില്ല. റിതമിനെ ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ സമ്മതിക്കും. ഒരു വിധത്തിൽ നിങ്ങളെ റേഡിയേഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. മൊബൈലോ ഏതെങ്കിലും റേഡിയേഷൻ നിങ്ങളുടെ ബോഡിയെ ഡിസ്റ്റർബ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷനെ ഡിസ്റ്റർബ് ചെയ്തിട്ട് നിങ്ങളുടെ റിതമിനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ മാഗ്നറ്റ് റിതമിനെ ഫ്ലെക്സിബിലിറ്റി ചെയ്യാൻ സമ്മതിക്കില്ല. പിന്നെ അതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ഹെൽപ്പ് ചെയ്യാൻ സമ്മതിക്കും. പിന്നെ അത് ആരെ കൊണ്ടും തടുക്കാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ പ്രിവെൻഷൻ എടുക്കണം, അതിനെ നന്നായി സൂക്ഷിക്കണം. മൊബൈൽ അല്ലെങ്കിൽ റേഡിയേഷൻ കാരണം നമ്മുടെ ബോഡിയിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. സോ പ്രിവെൻഷൻ ആണ് ബെറ്റർ. എല്ലാവരും ഈ ബയോമാഗ്നറ്റിക് പ്രോഡക്ട്സ്, ആക്ച്വലി ഇതുപോലത്തെ ഒറിജിനൽ പ്രോഡക്ട്സ് മാത്രമേ നിങ്ങൾ മേടിക്കാവൂ. കുറെ ആൾക്കാർ ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്ട്സ് വിൽക്കും. അതിൽ നിങ്ങൾ ജാഗ്രതരായിരിക്കണം. സാർ, ഞങ്ങൾ ഒരുപാട് ഡെമോനെ പറ്റി കേട്ടിട്ടുണ്ട്. താങ്കളുടെ പ്രോഡക്ട്സിന്റെ ഡെമോ വളരെ സ്ട്രോങ് ആണെന്ന്. സോ ഇപ്പൊ ഏതെങ്കിലും ഡെമോ കാട്ടാൻ പറ്റുമോ? ഞങ്ങളുടെ ഡെമോ പെർഫെക്റ്റ് സയന്റിഫിക് ആയിരിക്കും. പിന്നെ ആ സയന്റിഫിക് ഡെമോ എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ എല്ലായിടത്തും ഡെമോൺസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്രോൾ ബങ്കില്, സിഗ്നലില്, എയർപോർട്ടില്, റെയിൽവേ സ്റ്റേഷനില്, എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഡെമോൺസ്ട്രേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ മാഗ്നറ്റിന്റെ ഇമ്പാക്ട് ഉണ്ടല്ലോ, വിതിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഈ മാഗ്നറ്റ് നമ്മുടെ ശരീരത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങും. അതിന്റെ ഒരു പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ ഞാൻ നിങ്ങൾക്ക് തരാം. നമ്മുടെ ജെയിൻ സാർ അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനടുത്ത് ഞാൻ ഡെമോൺസ്ട്രേഷൻ ചെയ്തു തരാൻ റിക്വസ്റ്റ് ചെയ്യാം. സോ എക്സാക്ട്ലി ഈ ബയോമാഗ്നറ്റിക് നമ്മുടെ ശരീരത്തെ എങ്ങനെ എഫക്ട് ചെയ്യുമെന്ന് ഒരു സയന്റിഫിക് ഡെമോ നമ്മുടെ ജെയിൻ സാറിന്റെ കൂടെ ചെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് എക്സാക്ട് ആയിട്ട് മനസ്സിലാകും ഡെമോ എന്താണ്, അതിന്റെ പുറകെയുള്ള സയൻസ് എന്താണെന്നും. ഹലോ ജെയിൻ സാർ, മോസ്റ്റ് വെൽക്കം. ഹൗ യു? സോ ഒരു സയന്റിഫിക് ഡെമോ, സീറോ ഗ്രാവിറ്റി ഡെമോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ശരീരത്തിന്റെ അകത്ത് മാഗ്നറ്റിക് ഫോഴ്സ് ലൈറ്റ് സ്പീഡിൽ എങ്ങനെ സ്പ്രെഡ് ആകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഡെമോൺസ്ട്രേഷൻ തരാം. സാർ, നിങ്ങളെ വെച്ച് ഞാൻ ഡെമോ ചെയ്യാൻ പോവാണ്. കുറച്ച് ഇങ്ങോട്ട് വരാം. പിന്നെ നിങ്ങളുടെ 2 ടോസ് ആൻഡ് ഹീൽസ് ജോയിൻ ചെയ്തോളൂ. പിന്നെ ഞങ്ങൾ എപ്പോൾ ഡെമോൺസ്ട്രേഷൻ ചെയ്താലും നിങ്ങളുടെ കാൽ വിരലുകൾ 2 പാദവും ജോയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഇപ്പൊ നിങ്ങൾ കൈ ഇങ്ങനെ നേരിട്ട് നീട്ടു. കൈയിന്റെ മുകളിലൊരു കൈ വയ്ക്കൂ. നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കൂ. ഞങ്ങൾ എപ്പോൾ ഡെമോൺസ്ട്രേഷൻ ചെയ്താലും ഡെമോൺസ്ട്രേഷൻ എല്ലാ ആംഗിളിലാണ് നിൽക്കേണ്ടത്. ഇടുപ്പ് സ്ട്രെയിറ്റ് ആയിട്ടും, ജസ്റ്റ് ലൈക്ക് എ ബീം ബോൾ. ബോഡി എല്ലാ ആംഗിളിലും ഇരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ 2 കാലുകളും
പിന്നെ വിരലുകൾ, കാലുകളുടെ വിരലുകൾ ജോയിന്റ് ആയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്കിലേ ഈ ഡെമോൺസ്ട്രേഷൻ നടക്കൂ. ആദ്യം ഇദ്ദേഹത്തിന് വിത്തൗട്ട് എനി മാഗ്നറ്റിക് സിസ്റ്റം നമുക്ക് ഡെമോ എടുക്കാം, ബിഫോർ ആൻഡ് ആഫ്റ്റർ. സോ ഇപ്പൊ എങ്ങനെയുണ്ട്, പിന്നെ എങ്ങനെ ഇരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എൽബോ സ്ട്രെയിറ്റ് ആയിരിക്കണം, ബാക്ക് ബോൺ സ്ട്രെയിറ്റ് ആയിരിക്കണം. ഞാൻ നിങ്ങളെ മുകളിലേക്ക് പുഷ് ചെയ്യും, നിങ്ങൾ റേസ് ചെയ്യണം കേട്ടോ. ഞാൻ നിങ്ങളെ മുകളിലേക്ക് പുഷ് ചെയ്യും, നിങ്ങൾ ഫുൾ എനർജി യൂസ് ചെയ്യണം. ഫുൾ എനർജി യൂസ് ചെയ്ത് എന്നെ അതിന് 20 സെക്കൻഡ് റെസിസ്റ്റ് ചെയ്യണം കേട്ടോ. മനസ്സിലായോ? ചെയ്യാം. 1 2 3 റെസിസ്റ്റ് ചെയ്യൂ, എനർജി യൂസ് ചെയ്യൂ. ഇപ്പോ ഇദ്ദേഹത്തെ കൊണ്ട് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ ബാലൻസ് ചെയ്യാൻ പറ്റില്ല. വീണ്ടും നമുക്ക് ശ്രമിച്ചു നോക്കാം. ജസ്റ്റ് ഫീൽ ഇറ്റ്. നിങ്ങൾ ഫീൽ ചെയ്യൂ. എൽബോ സ്ട്രെയിറ്റ് ആയിരിക്കണം, ഇടുപ്പ് സ്ട്രെയിറ്റ് ആയിരിക്കണം. ഇപ്പൊ ഞാൻ നിങ്ങളെ മുകളിലേക്ക് പുഷ് ചെയ്യാൻ പോവാണ്. ഇവിടെ നിങ്ങൾ റെസിസ്റ്റ് ചെയ്യണം. 1 2 3 ബലം പ്രയോഗിക്കൂ. കണ്ടോ, ഔട്ടർ ഇൻബാലൻസ് ആയിരിക്കുകയാണ്. ഇത് വലിയൊരു ഇൻഡിക്കേഷൻ ആണ്. ഇപ്പൊ നോക്കിക്കോളൂ എന്താ സംഭവിക്കാൻ പോകുന്നത്. ഈ മാഗ്നറ്റ് ഇദ്ദേഹത്തിന് എത്ര എലക്ട് ആയിരിക്കാൻ പോകുന്നതെന്ന്, വിതിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് എത്രത്തോളം ഇത് മാറ്റം ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ചെയ്ത് കാണിക്കാം. നോക്കൂ, ഞാനിവിടെ ഇത് നമ്മുടെ മാഗ്നറ്റ് ആണ്. ഇറ്റ്സ് ഹൈലി പോളറൈസ്ഡ് നാച്ചുറൽ ബയോമാഗ്നറ്റ്. ഇത് കാണാൻ വളരെ ചെറുതാണ്. ഇത് നാനോ ടെക്നോളജി മാഗ്നറ്റ്, നാനോ ആൻഡ് ബയോടെക്നോളജിയുടെ നാച്ചുറൽ മാഗ്നറ്റ്. കാണാൻ വളരെ ചെറുതാണ്, പക്ഷേ വേറെ അത്ഭുതങ്ങൾ ഉണ്ടാക്കും. ഞാനിപ്പോ വെള്ളത്തിനെ ചാർജ് ചെയ്ത് കാണിക്കാം. ഞാൻ ഇവിടുന്ന് കുറച്ച് വെള്ളം എടുക്കുന്നു, പിന്നെ വിതിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഈ വെള്ളം ചാർജ് കയറും കണ്ണടയ്ക്കുന്നതിന് മുമ്പേ. പിന്നെ ഞാൻ സാധാരണ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഈ മാഗ്നറ്റിന് പുറത്ത് വയ്ക്കുന്നു. വെള്ളം വെച്ച ഉടനെ ഇതിപ്പോ ചാർജ് ആയി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഈ വെള്ളത്തിന്റെ ഒരു തുള്ളി ഇദ്ദേഹത്തിന്റെ കയ്യിൽ വെക്കാൻ പോവാണ്. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ പോലെ ഞങ്ങളുടെ ഈ മാഗ്നറ്റ് ലൈറ്റ് സ്പീഡിൽ പോയി അയന്റെ കൂടെ അട്രാക്ട് ആകും. പിന്നെ ബോഡിക്കുള്ളിൽ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്ത് ഓക്സിജൻ ഇൻക്രീസ് ആക്കും. ഇപ്പൊ ഒരു ഡ്രോപ്പ് വെള്ളം മാത്രം ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ എന്താ ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡെമോൺസ്ട്രേഷനിൽ നമ്മൾ നോക്കിയത് ഇദ്ദേഹത്തെ കൊണ്ട് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരു ഡ്രോപ്പ് ഇദ്ദേഹത്തിന് കൊടുത്തതിന് ശേഷം ഇദ്ദേഹത്തിന് എന്ത് ചേഞ്ചാ വരുന്നതെന്ന് സീ ദ ഡിഫറൻസ്. സാറേ ഒന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? പിന്നെ നിങ്ങളുടെ 2 കാലുകളും ഇതുപോലെ ജോയിൻ ചെയ്ത് നിൽക്കും. ബോത്ത് ഹീൽസ് ടോട്ടൽ ജോയിൻ. വെള്ളത്തിന്റെ ഒരു ഡ്രോപ്പ് മാത്രം ഇദ്ദേഹത്തിന്റെ കയ്യിൽ വെക്കുകയാണ്. ഒരൊറ്റ പ്രാവശ്യം മാത്രം ഇങ്ങനെ ചെയ്ത് 2 കൈ കൊണ്ടും. ഓക്കെ, ടോസ് ജോയിൻ, ടോസ് ആൻഡ് ഹാൻഡ്സ് ബോത്ത് ജോയിൻ. ഇപ്പൊ ഞാൻ നിങ്ങളെ പ്രസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ റെസിസ്റ്റ് ചെയ്യൂ. 1 2 3. ഇപ്പൊ ഇദ്ദേഹം വളരെ നന്നായിട്ട് റെസിസ്റ്റ് ചെയ്തു. ആദ്യം വിതിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരു ഡ്രോപ്പ് വെള്ളം വെച്ചതിന് ശേഷം ഒരു ഡ്രോപ്പ് മാത്രം അദ്ദേഹത്തിന്റെ കയ്യിൽ ഞാൻ വെച്ചു. അതിന്റെ റിസൾട്ട് നിങ്ങളുടെ കൺമുമ്പിലുണ്ട്. ഇത് വളരെ വലിയ ഇൻഡിക്കേഷൻ, വളരെ വലിയ സിഗ്നൽ ആണ്. ചിലപ്പോ ഒരു മാഗ്നറ്റ് ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇത്രയും വലിയ ശക്തി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അപ്പൊ നമ്മുടെ മാട്രസിനുള്ളിൽ 100-150 മാഗ്നറ്റ്സ് ഉണ്ടാകും. വാട്ടർ എനർജി പാഡ്ലക്കിന്റെ കൂടെ മാഗ്നറ്റ്സ് ഉണ്ടാക്കും. ഹൈ ഇന്റൻസിറ്റി മാഗ്നറ്റ്സ് ഉണ്ടാക്കും. സോ ഒരു മാഗ്നറ്റിന് ഇത്ര എഫക്ട് ഉണ്ടാക്കുമെങ്കിൽ ഇമാജിൻ ചെയ്ത് നോക്കൂ വിതിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് എങ്ങനെയാ ഉണ്ടായത്. ഇതിപ്പോ ഇൻഡിക്കേറ്റ് ചെയ്യും നമുക്ക് കിട്ടേണ്ട നാച്ചുറൽ മാഗ്നറ്റ് പവർ ശരിക്കുള്ള പ്രപ്പോർഷനിൽ കിട്ടാത്തത് കൊണ്ടാണ്. ഇപ്പൊ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒന്നിച്ചിരിക്കുന്നു. പിന്നെ മാഗ്നറ്റ് എന്താ ചെയ്തത്, ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്തിട്ട് ശരീരത്തിൽ ഓക്സിജൻ ഇൻക്രീസ് ചെയ്തു. ശരീരത്തിൽ ഓക്സിജൻ ഇൻക്രീസ് ആയതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ബ്ലഡ് സെൽസിന് ഓക്സിജൻ കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് ബ്ലഡ് സെൽസ് ഹെൽത്തി ആയിരിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ എനർജി വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞ മാഗ്നറ്റ്സിലെ ലൈറ്റ് സ്പീഡിൽ സ്പ്രെഡ് ആകും വിതിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ്. 2-3 hours ഒന്നും ആവശ്യമില്ല. വിതിൻ എ സെക്കൻഡ് ഇദ്ദേഹത്തിന്റെ ബോഡിയിൽ എനർജി വന്നിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ 2 പേരും ഫീൽ ചെയ്തു. ആദ്യം ഞങ്ങൾ ഡെമോ ചെയ്തപ്പോ ഇദ്ദേഹത്തിനെ കൊണ്ട് ഒട്ടും റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ ഒരു തുള്ളി വെള്ളം വെച്ചതും ഡിഫറൻസ് നിങ്ങളുടെ എതിരിൽ തന്നെ ഉണ്ട്. ഇതൊരു വലിയ ഇൻഡിക്കേഷൻ ആണ്. ഫ്യൂച്ചറിൽ നിങ്ങളുടെ ശരീരത്തിൽ മൾട്ടിപ്പിൾ അസുഖങ്ങൾ ഉണ്ടാകാം. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബയോമെട്രിക് മാട്രസിൽ കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും ഉറങ്ങണം. നിങ്ങൾ എപ്പോ വെള്ളം കുടിച്ചാലും ഇതാ നിങ്ങൾക്ക് ഒരു വാട്ടർ എനർജി പാഡ് ഉണ്ട്. ഇതിൽ നിന്നും നിങ്ങൾ വെള്ളം കുടിക്കണം. ഇതിന്റെ അകത്ത് മാഗ്നറ്റ്സ് പൊരുത്തിയിട്ടുണ്ട്. നിങ്ങൾ എപ്പോ വെള്ളം കുടിച്ചാലും മാഗ്നറ്റ് വെള്ളമാണ് കുടിക്കേണ്ടത്. ഇത് നിങ്ങൾ വണ്ടിയിൽ വെക്കാം, ഓഫീസിൽ വെക്കാം, എവിടെ പോയാലും നിങ്ങൾ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഈവൻ ഞങ്ങളുടെ അടുത്ത് 25 ലിറ്റേഴ്സിനതും ഉണ്ട്. വെള്ളം കുടിക്കോ, ബ്രേസ്ലെറ്റ് ഇട്ടോളൂ. രാത്രി നമ്മൾ ഉറങ്ങുമ്പോ ആ മാഗ്നറ്റിക് മാട്രസിൽ ഉറങ്ങണം. അതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് ഞാൻ ഞങ്ങളുടെ മാഗ്നറ്റിക് മാട്രസ് കാണിച്ചു തരാം. അതിൽ ഉറങ്ങുന്നത് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. How are you, madam? Hello, sir. I am good. Yes. I am good. Very good.
ഹലോ മാം. ഹലോ. ഹലോ സർ. സോ ഇത് നമ്മുടെ ബയോമാട്രിക് മാട്രസ് പാഡ് ആണ്. പിന്നെ നമുക്കിപ്പോ ഇതുപോലെ 2 ക്വാളിറ്റീസ് ഉണ്ട്. ഒന്ന് റെഗുലർ ക്വാളിറ്റി, പിന്നെ ഒരെണ്ണം പ്രീമിയം ക്വാളിറ്റി. ഞാൻ നിങ്ങൾക്ക് പ്രീമിയം ക്വാളിറ്റി കാണിച്ചു തരാം. ഇത് ഞങ്ങളുടെ പ്രീമിയം ക്വാളിറ്റി മാട്രസ് പാഡ് ആണ്. ഇതിന്റെ തിക്നെസ് തിൻ ആയിരിക്കും. ഇത് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് മാട്രസിന്റെ മുകളിൽ വിരിക്കണം. ഇപ്പൊ നമ്മുടെ മാഷൻ മാഡം ഇത് വിരിച്ച് കാണിക്കും. പിന്നെ മാഷൻ മാഡം ഇതിനെ കുറിച്ച് പറഞ്ഞു തരും. യെസ് സർ. സോ ഈ മാറ്റേഴ്സ് വിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബെഡിന്റെ മേലെ ഇത് ഇങ്ങനെയാണ് വിരിക്കേണ്ടത്. പിന്നെ അത് മാത്രമല്ല കോട്ടൺ ബെഡ്ഷീറ്റ് ഇതിന്റെ മേലെ നമ്മൾ ഇടണം. കാരണം ഇങ്ങനെ ഇടേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇത് ഫുള്ള് മാഗ്നറ്റിക് ആണ്. അതുകൊണ്ട് ഇത് തീർച്ചയായും നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കോട്ടൺ ബെഡ്ഷീറ്റ് ഇടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബെഡ്ഷീറ്റ് എന്തിനാ ഇടണമെന്ന് വെച്ചാൽ നമ്മുടെ വേർപ്പ്, പിന്നെ കുറെ ആൾക്കാർക്ക് കാലിൽ വെടിപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫാബ്രിക് ഡാമേജ് ആകാം. ഇത് എക്സ്പെൻസീവ് മാട്രസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ലോങ് ഡ്യൂറബിൾ ആയി ഇരിക്കണമെന്ന് വേണ്ടി ഈ മാട്രസിന്റെ മുകളിൽ ഒരു വലിയ ബെഡ്ഷീറ്റ് വിരിക്കുന്നത് നല്ലതാണ്. അത് ഏത് സൈസിൽ വേണമെങ്കിലും വിരിച്ചോളാം. പിന്നെ ഇതിന്റെ അകത്ത് ഫുൾ ആയിട്ട് മാഗ്നറ്റ്സ് ആണ്. പിന്നെ ഇത് അഡ്വാൻസ് ടെക്നോളജിയുടെ നാനോ ബയോടെക്നിക് മാഗ്നറ്റ്സ്. സോ ഇതിന്റെ അകത്തുള്ള എല്ലാ മാഗ്നറ്റ്സും ഈ പില്ലോസിന്റെ അകത്ത് മാഗ്നറ്റ്സ് ഉണ്ട്. ഈ പില്ലോയിൽ തല വെച്ച് നിങ്ങൾ ഉറങ്ങണം. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഉറങ്ങിക്കൊള്ളാം. കാരണം ഞങ്ങൾ ഇത് സയന്റിഫിക് ബേസിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന് നോർത്ത് പോളും അതിന്റെ മുകളിൽ സൗത്ത് പോളും. നോർത്ത് പോളും സൗത്ത് പോളും ഞങ്ങൾ ഇത് സയന്റിഫിക് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ബോഡിയുടെ ബ്ലഡ് സർക്കുലേഷൻ ഫുൾ ആൻഡ് പുഷ് രീതിയിൽ പണിയെടുക്കാൻ തുടങ്ങും. നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോൾ നമ്മുടെ മൈൻഡ് 95% ഉറക്കത്തിലായിരിക്കും. ഹയസ്റ്റ് ഓക്സിജൻ നമുക്ക് വേണ്ടത് രാത്രി ഉറങ്ങുമ്പോഴാണ്. ഇതിന് മുകളിൽ ഉറങ്ങുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ പെർഫെക്റ്റ് ആക്കും. അത് കാരണം കൊണ്ട് നമ്മുടെ ഓക്സിജൻ പെർസെന്റേജ് നമ്മുടെ ശരീരത്തിൽ ഇൻക്രീസ് ആക്കും. പിന്നെ ബ്ലഡ് സെൽസ് ഹെൽത്തി ആയിരിക്കും. പിന്നെ ബോഡിയും ഹെൽത്തി ആയിരിക്കും. നല്ല ഉറക്കവും വരും. നമ്മുടെ ഓർഗൻ പാർട്സും ഹെൽത്തി ആയിരിക്കും. ഇതുപോലെ ഒരു വലിയ മാട്രസിൽ നിങ്ങൾ ഉറങ്ങണം. നിങ്ങൾ എങ്ങനെ കിടന്നാലും സാരമില്ല. നിങ്ങളുടെ ടെക്നോളജീസ് യൂസ് ചെയ്തോളൂ. നോ പ്രോബ്ലം. അതുപോലെ ഈ മാറ്റേഴ്സിൽ സിംഗിൾ സൈസ് ഉണ്ടാകും, ഡബിൾ സൈസ് ഉണ്ടാകും. അതെ, സിംഗിൾ സൈസ് ആണെങ്കിൽ 3/6, പിന്നെ ഡബിൾ ആണെങ്കിൽ 5.6 സൈസ് വരും. പ്രീമിയം ക്വാളിറ്റിക്കും റെഗുലർ ക്വാളിറ്റിക്കും പ്രൈസ് ഡിഫറൻസ് ഉണ്ടാകും. ഞങ്ങൾ പ്രീമിയം ക്വാളിറ്റിയെ സജസ്റ്റ് ചെയ്യും. കാരണം അതിന്റെ ഫാബ്രിക് എക്സ്ട്രാordinary ആയിരിക്കും, വെരി എക്സ്പെൻസീവ്. എന്നാലും ഞങ്ങൾ യൂസ് ചെയ്യുന്ന മാഗ്നറ്റ്സ് ക്വാണ്ടിറ്റിയും കൂടുതലായിരിക്കും, സൈസും വലുതായിരിക്കും, പവറും കൂടുതലായിരിക്കും. അതായത് റെഗുലറെ കാട്ടിലും ഈ മാട്രസ് വളരെ പവർഫുൾ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങളെ കൊണ്ട് ഒരു 2500 എക്സ്ട്രാ ചെലവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അപ്പൊ ഞാൻ തീർച്ചയായും പ്രീമിയം ക്വാളിറ്റിയെ മേടിക്കാൻ പറയൂ. വൈറ്റ് കോംപ്രമൈസ്. നമ്മുടെ ശരീരത്തിന് വേണ്ടി മേടിക്കുകയാണ്, നമ്മുടെ ഫാമിലിക്ക് വേണ്ടി മേടിക്കുകയാണ്. പിന്നെ ഇതിലൊരു റെഗുലർ ക്വാളിറ്റി ഉണ്ട്. അത് നിങ്ങൾ പോയി റെഗുലർ ക്വാളിറ്റി കൊണ്ടുവരും. ഇത് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് മാട്രസിന്റെ മുകളിൽ വിരിച്ചേക്ക്. വേറെ ഒന്നും ചെയ്യണ്ട. ഇതിന്റെ തിക്നെസ് നോക്കൂ. പിന്നെ ഇത് ബെഡിംഗ് ഫാബ്രിക്. ഇതിൽ ഞങ്ങളുടെ ബൈറ്റോറിയം ഫാബ്രിക് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏതായാലും, അതായത് ഞാൻ വെറും ഡെമോക്ക് വേണ്ടി കാണിച്ചത്. പിന്നെ നിങ്ങൾ ഇതിന്റെ മുകളിൽ തീർച്ചയായിട്ടും ബെഡ്ഷീറ്റ് വിരിച്ചാകണം. അതേ നോക്കൂ, ഞങ്ങളുടെ ബ്രാൻഡിങ്ങിന്റെ സ്റ്റിക്കർ ഉണ്ട്. നിങ്ങൾ എങ്ങനെ മാറ്റിയിട്ടാലും ഒരു കുഴപ്പമില്ല. തിരിച്ചുവിടാൻ നേരായിട്ടിടാൻ ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ നിങ്ങൾ ഇതിന്റെ മുകളിൽ ബെഡ്ഷീറ്റ് മാത്രം വിരിക്കണം. പിന്നെ നിങ്ങൾ എപ്പോഴും ഉറങ്ങുന്ന പോലെ ഇതിന്റെ മുകളിൽ ഉറങ്ങിയാൽ മതി. മാഗ്നറ്റ് അതിന്റെ ജോലി ചെയ്തോളൂ. നിങ്ങൾ സമാധാനമായിട്ട് ഉറങ്ങാം, ഒരു പ്രശ്നവുമില്ല. ഇതിൽ മാഗ്നറ്റ് കാണാനില്ലല്ലോ. അല്ല, അങ്ങനെ തൊട്ടാ മനസ്സിലാക്കാൻ സാധ്യതയില്ല. ഇതിന്റെ അകത്തുള്ള കോട്ടിന്റെ അകത്തായിരിക്കുന്നത്. പിന്നെ ഇതിൽ ചെറിയ ബയോ നാനോ ടെക്നോളജി മാഗ്നറ്റ് ഉണ്ടാകും. തൊട്ടാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. ഞങ്ങൾക്കും അറിയില്ല. പക്ഷേ ഇതിന്റെ കൂടെ ഞങ്ങളൊരു മാഗ്നറ്റ് സാമ്പിൾ തരും. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അകത്തുള്ള മാഗ്നറ്റ് പുറത്തുള്ള മാഗ്നറ്റിനെ വലിക്കും. ആദ്യം ഇത് ഒരു ഡെമോൺസ്ട്രേഷൻ ആണ്. എല്ലാ മാട്രസിന്റെ കൂടെയും ഞങ്ങൾ ഒരു മാഗ്നറ്റ് തന്നിരിക്കും. അത് നിങ്ങൾ വെച്ച് ചെക്ക് ചെയ്തോളാം. എണ്ണാനും പറ്റും, ഒരു നൈറ്റ് എണ്ണാൻ പറ്റും. പക്ഷെ തൊട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് മാഗ്നറ്റ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ നന്നായിട്ട് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഞങ്ങളൊരു മാഗ്നറ്റ് തരാം. പക്ഷെ ഇതിന്റെ അടുത്ത് ഒരു സിമ്പിൾ സൊല്യൂഷൻ ഉണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് മാഗ്നറ്റോമീറ്റർ, മാഗ്നറ്റിക് കോസ്മീറ്റർ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഒരു ആപ്ലിക്കേഷൻ വരും. അത് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാം. ഇപ്പൊ നിങ്ങൾ ഈ ആപ്ലിക്കേഷനെ ഇതിൽ വെച്ച് നോക്കൂ. ഇത് കണ്ടോ? ഇത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾ ഇതിനെ ചെക്ക് ചെയ്യാൻ പറ്റും. അത് ഇത് ഫുൾ ഫ്രീക്വൻസി കാണിക്കും. ചിലപ്പോ ഈ മാട്രസിനെ ഞാൻ നീക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ഒന്നും കാണിക്കില്ല. ഇത് കണ്ടോ? ഇൻക്രീസ് ആയിക്കൊണ്ട് പോവാണ്.
തീർച്ചയായും വെരി സയന്റിഫിക്. തീർച്ചയായും ഇതുവഴി നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ചിലപ്പോൾ ഞാൻ ഇത് ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതറിയാൻ വഴിയില്ല. ഇപ്പൊ ഞാൻ ഇത് എടുത്തിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ എന്ത് മാഗ്നറ്റ് ഉണ്ടോ അത് മാത്രമേ കാണാൻ പറ്റൂ. പക്ഷെ ഞാൻ ഇത് ഇവിടെ നിന്ന് എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോയാൽ ഇവിടെ അതെ. വീണ്ടും മാഗ്നറ്റിക് ഫ്രീക്വൻസി കാണിക്കും. നോക്കൂ, ഡിഫറൻസ് കാണാൻ പറ്റും. അതെ അതെ, വ്യത്യാസം ആപ്പ് കാണുന്നു. വഴിയെ ഇതിൽ എത്ര മാഗ്നറ്റ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഞങ്ങൾ ഒരു മാഗ്നറ്റ് സാമ്പിളും തരും. അത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും ഈ മാട്രസിൽ ഉറങ്ങാൻ പറ്റും. കാരണം ഉറങ്ങുമ്പോൾ നമുക്ക് ഹയസ്റ്റ് ഓക്സിജൻ ആവശ്യമാണ്. പിന്നെ നമ്മുടെ പ്രോഡക്ട്സ് എത്രയുണ്ടോ അത് എല്ലാം ബ്ലഡ് സർക്കുലേഷനെ ഇംപ്രൂവ് ചെയ്ത് ബോഡി ഓക്സിജനെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. സോ ഈ മാട്രസിൽ നമ്മൾ ഉറങ്ങണം, നമ്മളും ഉറങ്ങണം, നമ്മുടെ ഫാമിലിയും ഉറക്കണം. അതെ. നമുക്ക് നമ്മുടെ ഫാമിലീസും ഫ്രണ്ട്സും ഉണ്ട്, അവർക്കും ഈ പ്രോഡക്റ്റിനെ നിങ്ങൾ റെഫർ ചെയ്യണം. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് എല്ലാ കാര്യവും ക്ലിയർ ആയല്ലോ? തീർച്ചയായും സാർ, എനിക്ക് എല്ലാ സംശയങ്ങളും ക്ലിയർ ആയി. പക്ഷേ എനിക്കിവിടെ വന്ന് നോക്കിയപ്പോ ഇറ്റ്സ് റിയലി മാജിക്. മാഗ്നറ്റിന്റെ മാജിക് എന്താണെന്ന് മനസ്സിലായി. ഇതിന് നമ്മൾക്ക് വാഷ് ചെയ്യാൻ പറ്റോ? ഇല്ല, നിങ്ങൾ ഇത് വാഷ് ചെയ്യാനേ പാടില്ല. അതെ. കാരണം ഇതിന്റെ അകത്ത് മാട്രസ് പാഡ് ഉണ്ടാകും. മാട്രസ് പാഡിനെ വാഷ് ചെയ്യാനേ പാടില്ല. ഇന്ത്യയിൽ മാക്സിമം വെയിലിന് ഒരു കുറവുമില്ല, എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും 2 മണിക്കൂർ വെയിൽ ഉണക്കാൻ പറ്റും. ഇതിന്റെ അകത്ത് ബാക്ടീരിയസോ വൈറസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് നശിച്ചു പോകും. ഇത് ഞങ്ങളുടെ ഹൈജീനിക് പ്രോഡക്റ്റ് ആണ്. എന്ന് വെച്ചാൽ ഒരാൾ മാത്രം ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് കപ്പിളായിരുന്നാൽ അവർ മാത്രം ഇത് യൂസ് ചെയ്യാം. കാരണം ഇത് ഇൻഡിവിജ്വലായിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. കാരണം നിങ്ങൾക്ക് ഇത് ഉണക്കാൻ പറ്റും, പക്ഷേ നനയ്ക്കാൻ പാടില്ല. നനച്ചാൽ ഇത് മൊത്തം നശിക്കും. ചിലപ്പോൾ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ മുകളിൽ പ്ലാസ്റ്റിക് ഇടാം, ഒരു പ്രശ്നവും ഇല്ല. പ്ലാസ്റ്റിക് ഇട്ടതിന് ശേഷം അതിന്റെ മുകളിൽ ബെഡ്ഷീറ്റ് ഇടും, ഒരു പ്രശ്നമില്ല. അപ്പൊ ഇതിന് കവർ ഇടാൻ പറ്റുമല്ലേ? തീർച്ചയായിട്ടും കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ നിങ്ങൾ പ്ലാസ്റ്റിക് ഇടും. പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് ഇതിന് നിങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ നിങ്ങൾക്കൊരു നല്ല ഉറക്കം കിട്ടും. പിന്നെ മാഗ്നറ്റിസിനെ കുറിച്ച് നമ്മൾ കുറെ സംസാരിച്ചു കഴിഞ്ഞു. തീർച്ചയായും സർ. 99.99 causes of disease and disorder and disinfection only due to lack of blood circulation and oxygen level. Magnetism improves your blood circulation and oxygen level. Blood circulation oxygen level പെർഫെക്റ്റ് ആക്കും. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തോളാം. പിന്നെ അത്യാവശ്യ കാര്യം, ഹെൽത്തി ജനങ്ങൾ ഇതിനെ എടുക്കണം, അൺഹെൽത്തി ജനങ്ങൾ തീർച്ചയായും എടുക്കണം. അതെ. വേറെ ഓപ്ഷൻ ഇല്ല. ഈ പ്രോഡക്റ്റ് എല്ലാവർക്കും ആവശ്യമാണ്. പിന്നെ ഞങ്ങൾ ഇത് ലോകം മുഴുവനും കൊണ്ടുപോവുകയാണ്. ഞങ്ങളൊരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഒരു 1 to 2 liters മാഗ്നറ്റിക് പാഡ് ഞങ്ങൾ തയ്യാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 20 ലിറ്റേഴ്സിന് തയ്യാർ ചെയ്തിരിക്കുന്നു. 20 ലിറ്റേഴ്സ് വെള്ളം മാഗ്നറ്റൈസ് ആകും, തയ്യാറാകും. അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. സോ ഫുൾ ഫാമിലി ദിവസം മുഴുവനും യൂസ് ചെയ്യാം. 2 ലിറ്റേഴ്സിന് ഉള്ളതുപോലെ തന്നെ 20 ലിറ്റേഴ്സിനും ഉണ്ടാക്കും. അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. കിച്ചണിലേക്ക് വരും, ഓക്കെ. നിങ്ങൾ വരും, പോകാം. ഞാൻ അവിടുന്ന് കാണിക്കാം. പോകാം. വരും. ആദ്യം ഞങ്ങൾ ഒരു വാട്ടർ എനർജി പാഡ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ചെറിയ വേർഷൻ. ഇപ്പൊ ഒരു വലിയ വേർഷന് തയ്യാറാക്കിയിട്ടുണ്ട്. ആദ്യം ഇതിൽ 2 ലിറ്റർ വാട്ടർ മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഫുൾ ഫാമിലിക്ക് വേണ്ടി 20 ലിറ്റേഴ്സ് ബയോ മാഗ്നറ്റിക് വാട്ടർ എനർജി പാഡ് കൊണ്ടുവന്നിരിക്കുകയാണ്. മാഡം ഇതൊന്ന് വെച്ച് കാണിക്കാൻ പറ്റുമോ? ഇത് ചെറിയ വേർഷൻ. ഇത് നോക്കൂ, വിതിൻ എ സെക്കൻഡ് ഇത് 20 ലിറ്റേഴ്സ് വെള്ളത്തിന് ചാർജ് ചെയ്തിരിക്കും. ഇതൊരു വലിയ കാര്യമാണ്. നിങ്ങൾ ഇത് എത്ര സമയം വയ്ക്കുന്നോ അത്രയും സമയം വെള്ളം ചാർജ് കയറും. ഇത് 1 സെക്കൻഡിൽ ചാർജ് കയറ്റും. പക്ഷെ നിങ്ങൾ എത്ര സമയം വെക്കുന്നോ അത്രയും നല്ലത്. ഇതുപോലെ വേറെ വേറെ കളേഴ്സ് ഉണ്ട്. കളറിൽ ഓപ്ഷൻ ഇല്ല. പിന്നെ കളർ അത്യാവശ്യമില്ലല്ലോ. ഇപ്പൊ 20 ലിറ്റേഴ്സ് വെള്ളം ചാർജ് ആയി കഴിഞ്ഞു. ഇപ്പൊ ഈ വെള്ളം നിങ്ങൾ കുടിക്കണം. പിന്നെ ഞാൻ നിങ്ങൾക്ക് മാഗ്നറ്റിക് വാട്ടർ ബെനിഫിറ്റ്സിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞു. സോ ഞങ്ങൾ ഇതുപോലെ 20 ലിറ്റേഴ്സ് വെള്ളത്തിനും ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സ്മോൾ വേർഷൻ. ഇത് നിങ്ങൾ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഓർമ്മ വെച്ചോളൂ, നിങ്ങൾ ഈ വെള്ളം ഇതിന്റെ അകത്ത് തന്നെ വെച്ചിരിക്കണം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 2-3 മിനിറ്റ്സിൽ ഇത് നോർമൽ വെള്ളമായി മാറും. ഇതിന്റെ മാഗ്നറ്റിസം കഴിഞ്ഞിരിക്കും. സോ നിങ്ങൾ എപ്പോ വണ്ടിയിൽ പോയാലും ഓഫീസിൽ പോയാലും വീട്ടിന്റെ അകത്ത് പോയാലും ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാകണം. പിന്നെ നിങ്ങൾ വെള്ളം മാറ്റുമ്പോൾ മാത്രം ഇതിനെ എടുത്ത് മാറ്റി വെക്കാം. ഇത് എപ്പോഴും വെറ്റാകാൻ പാടില്ല, എന്നാൽ ചീത്തയായി പോകും. അല്ലെങ്കിൽ ഇത് കുറെ ദിവസത്തിന് നന്നായിരിക്കും. പിന്നെ ഞാൻ മാട്രസിനെ കുറിച്ച് കൂടെ പറഞ്ഞില്ലേ, അത് നിങ്ങൾ എത്ര സൂക്ഷിച്ച് ഉപയോഗിക്കുന്നോ അതുപോലെ നന്നായിരിക്കും. കാരണം ഇതിന് ഒരു വിധത്തിലും ഡ്യൂറബിലിറ്റിക്ക് വാറന്റി ഗ്യാരണ്ടി ഇല്ല. നിങ്ങൾ എത്ര സൂക്ഷിച്ചു വെക്കുന്നോ അത്രയ്ക്ക് ഡ്യൂറബിലിറ്റി ഉണ്ടാകും. 2 വർഷം യൂസ് ചെയ്യാം, 4 വർഷം യൂസ് ചെയ്യാം. ഇത് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ ഇത് ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ ബോഡിയെ ഹീൽ ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും. ഈ വെള്ളം, മാട്രസ്, ബ്രേസ്ലെറ്റ്സ്, നമ്മുടെ പ്രോഡക്ട്സ് എത്ര ഇട്ടോ നിങ്ങൾ അത് റെഗുലറായിട്ട് യൂസ് ചെയ്യണം. പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്യാമോ? ഷുവർ, തീർച്ചയായിട്ടും. ഏത് മെറ്റീരിയൽ ആയാലും ഓക്കെ. പ്ലാസ്റ്റിക്, മെറ്റൽ, ഇന്ത്യൻ
എന്തായാലും മെത്തഡിൽ ഉപയോഗിക്കണം. ഏത് ഒബ്ജക്റ്റിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. പിന്നെ ആ വെള്ളം കുടിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ സാറേ? നോ ഡൗട്ട് സാർ. ഓക്കെ. 24 hours ഇത് ചാർജിൽ വെക്കേണ്ടതുണ്ടോ? ഇല്ലില്ല, വെള്ളം നിങ്ങൾക്ക് ഒരു സെക്കൻഡിൽ തന്നെ ചാർജ് ആകും. പിന്നെ നിങ്ങൾ എത്ര സമയം വെക്കുന്നോ അത്രയും സമയം നിങ്ങൾക്ക് മാഗ്നറ്റൈസ് ആകും. ഇതുപോലെ നിങ്ങൾക്കെല്ലാം ക്ലിയർ ആയില്ല? Yes, sir. Okay, I'm very- clear. ആ, Thank you very thank you. much. Thank you, Thank you, sir. sir. ഈ ഫിലിം വഴിയെ നിങ്ങൾക്ക് പറയാനുള്ള വിവരങ്ങളുടെ കാരണം ചികിത്സയെ കുറിച്ചല്ല, പിന്നെ ഇത് ആരോഗ്യത്തിന് വേണ്ടിയും ഒരു മരുന്നും കഴിക്കാനുള്ളത് കുറിച്ചല്ല. ഈ വീഡിയോ വഴിയെ നിങ്ങൾക്ക് ഒരു ചികിത്സാ വാഗ്ദാനങ്ങളും തരുന്നില്ല. പിന്നെ ഈ ബയോട്ടേറിയം പ്രോഡക്ട്സിന് ഒരു ഗ്യാരണ്ടിയും വാറണ്ടിയും തരുന്നില്ല. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഡോക്ടറിന്റെ അഡ്വൈസ് അല്ലാതെ ഒന്നും ചെയ്യണമെന്നുള്ള അർത്ഥമല്ല. ഇത് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് അഡ്വൈസ് എടുക്കുന്നത് നല്ലതായിരിക്കും. Information provided through this film is not intended to render medical or professional services and should not be used for diagnosis or as a substitute for any healthcare medicines or products. eBiotorium does not make any therapeutic claims regarding the health benefits of our products. eBiotorium gives no guarantee or warranty, expressed or implied. Content in this film is not intended to substitute for the advice of doctors, and if required, one should consult their own doctors before use.